ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേഗത്തിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ ഇടയായി തീർന്നു. ഒരിടവേളയ്ക്ക് ശേഷം ലീനയെ കാണാൻ ദൈവം സഹായിച്ചു. കർത്താവിന് മുഴുവൻ മഹത്വവും കൊടുക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് ചെയ്യുന്നു. അവന്റെ പദ്ധതി പ്രകാരം കർത്താവ് ഓരോന്ന് ചെയ്യുന്നു. കർത്താവിന് മുഴുവൻ മഹത്വവും നമുക്ക് കൊടുക്കാം. ഇന്ന് രാവിലെ കാലം നമുക്ക് ഒരുമിച്ചുള്ള നമ്മളുടെ ഇന്ന് വചന ചിന്തയ്ക്കായിട്ട് ഞാനിന്ന് പോർഷൻസ് അയച്ചിരുന്നു, ഒന്ന് വായിച്ചിട്ട് പോരാനായിട്ട്. വളരെ നാളുകളായിട്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു യോനാഥാനെ കുറിച്ചൊന്ന് പഠിക്കണമെന്ന്. അപ്പോഴാണല്ലോ നമ്മളെ എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ ഹോൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. എന്നാൽ അപ്പോൾ അതിനോട് ചേർത്ത് വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും അവിടെ പറയുന്നുണ്ട്, ഇനി സമയം പോരാ മുതലായവര് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഒരു ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ എഴുതി തീർക്കാൻ സ്ഥലമോ സമയമോ പോരാഞ്ഞിട്ട് ലേഖകൻ അവിടെ മുഴുമിക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 32-ാമത്തെ വാക്യത്തില് ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അപ്പോൾ ഇനി അത് കൂടാതെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ സ്വർഗം പേരെഴുതിയിരിക്കുന്ന അനേകരുണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാകുന്നു. ദാവീദിനെ കുറിച്ച് പഠിച്ചപ്പോൾ, എന്നാൽ യോനാഥാനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ, യോനാഥാൻ എന്ന വ്യക്തിയുടെ ജീവിത കഥയിൽ നിന്ന് ദാവീദിന്റെ സ്നേഹിതനായ ആത്മസുഹൃത്തായിട്ട് നിന്ന യോനാഥാന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഇന്ന് രാവിലെ കാലം ഒന്ന് കടന്നു വരാം. ഒന്നാമതായിട്ട് യോനാഥാൻ എന്ന പേരിന്റെ അർത്ഥം യാഹ് ഹാസ് ഗിവൺ, ദൈവം തന്നു. ദൈവം തന്നു എന്നുള്ള. നഥാൻ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്ന അതിന്റെ അർത്ഥം. നഥാൻ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. അപ്പോൾ വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പേരിന് ഉടമയായിരിക്കുന്ന ഒരു വ്യക്തി. ആധാരമായിട്ട് 2 വാക്യങ്ങൾ, ധാരാളം വാക്യങ്ങളുണ്ടെങ്കിലും 1 സാമുവേൽ 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. യോനാഥാൻ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു പോവുകയാണ്. തന്റെ കൂടെയുള്ളവരെ നയിച്ച് നല്ലൊരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഉള്ള ഒരാളാണ് യോനാഥാൻ. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരോട് പറയുകയാണ്, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പാളയത്തിന്റെ നേരെ ചെല്ലാം, പക്ഷേ യഹോവ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ദൈവത്തോട് ഉടമ്പടി ഇല്ലാത്ത ഒരു ജനത്തിന്റെ നേരെ ദൈവത്തിന്റെ ഉടമ്പടിയുള്ള ഒരു ജനം കടന്നു ചെല്ലുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. യോനാഥാൻ തന്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം, യഹോവ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. നമ്മളോട് ഉടമ്പടി ചെയ്തവൻ നമ്മളോട് കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തി ബലത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു യോനാഥാനെ 1 സാമുവേൽ 14-6 നമുക്ക് കാണാം. വീണ്ടും അതിന്റെ 18-1 അടുത്തൊരു വാക്യം എന്നെ ഏറെ എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തുന്ന ഒരു വാക്യം. 18-1 അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ, യബ്നർ, ശൗലിന്റെ സേനാധിപൻ, ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ, അപ്പോൾ അവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുക. അപ്പനും അപ്പന്റെ സൈന്യാധിപനും തമ്മിൽ ഒരു സംഭാഷണം നടക്കുക. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന യോനാഥാന്റെ ജീവിതത്തില് ആ സംഭാഷണം വരുത്തി വെച്ച ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു, ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. സ്വന്തം പ്രാണനെ പോലെ യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചു. നമ്മൾ ഈ യോനാഥാന്റെ ജീവിതത്തെ നമ്മളൊന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ, യോനാഥാൻ വളർത്തപ്പെട്ട ഒരു സാഹചര്യം എന്തായിരുന്നു, യോനാഥാന്റെ അപ്പന്റെ സ്വഭാവവും അപ്പന്റെ രീതികളും ഇടപാടുകളും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. കാര്യം യോനാഥാൻ എന്ന നല്ലൊരു മുത്ത്, നല്ലൊരു പ്രഷ്യസ് സ്റ്റോണ് അതെ ആ ഭവനത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. യോനാഥാന്റെ വളർത്തപ്പെട്ട സാഹചര്യം നോക്കിയാല് എന്താ, ഒരു രാജാവിന്റെ മകൻ, ചെറിയ കാര്യമാണോ? ഇരുന്ന ഇരിപ്പില് അപ്പന്റെ കഴുതയെ നോക്കാൻ പോയ ശൗല് രാജാവായി.
അങ്ങനെ കണ്ണടച്ചു തുറന്നപ്പൻ രാജാവായ ഒരപ്പൻ, ആ അപ്പന്റെ മകനാണ് യോനാഥൻ. അധികാരവും പിതാവിന്റെ പ്രൗഢിയും കണ്ട് വളർന്ന ഒരു യോനാഥൻ. പിതാവിന്റെ കഷ്ടപ്പാടോ അല്ലെ ഒരു രാജാവാകാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളോ ഒന്നുമില്ലാതെ മടിയിൽ വന്നു വീണ ഒരു സൗഭാഗ്യം ഉണ്ടായിരുന്ന ഒരു അപ്പന്റെ മകൻ. സ്വാഭാവികമായിട്ട് യോനാഥൻ ഇങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെയുള്ളൊരു വ്യക്തിയാകാനായിരിക്കും സാധ്യത? എങ്ങനെ ആയിത്തീരണം? ഇങ്ങനെ ഒരു അപ്പന്റെ മകൻ എങ്ങനെ ആയിത്തീരണം? എല്ലാ സൗഭാഗ്യങ്ങളിനകത്തും കുതിർന്നു വളരുന്ന ഒരു മകൻ, അത്യാഗ്രഹിയായ, ഹൃദയത്തിൽ അഹങ്കാരം നിറഞ്ഞ ഒരു സ്വാർത്ഥനായ ചെറുപ്പക്കാരനായിട്ട് പുറത്തു വരത്തുള്ളൂ ഇല്ലേ? ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ, ഞെരുക്കങ്ങളൊന്നും അറിയാതെ, പിന്നെ എല്ലാം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മുൻപിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന രാജകുമാരനാണ് ആര്? ഈ യോനാഥൻ. യോനാഥാന് വിശ്വസിക്കാൻ ഒരു പക്ഷെങ്കിൽ എന്നിൽ എല്ലാം എല്ലാം ഞാൻ മൂലമാണ്, ഞാൻ എന്തോ ഇവിടുത്തെ വലിയ ആളാണ്, ഞാൻ ആരാണ്? രാജാവിന്റെ മകൻ. അങ്ങനെ യോനാഥാന് തന്നെ കണക്കുകൂട്ടി വെക്കാമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു യോനാഥാനെ നമ്മളിവിടെ കാണുന്നത്. സാഹചര്യങ്ങൾ അല്ല യോനാഥാനെ അവിടെ മോൾഡ് ചെയ്യുന്നത്. ഭവനത്തിൽ വളർത്തപ്പെട്ടതോ അതെ മാതൃകയായിട്ട് നോക്കേണ്ട അപ്പനും അല്ല യോനാഥാനെ മോൾഡ് ചെയ്തത്. ഇന്ന് പലതുകൊണ്ട് നമുക്ക് ഈ സാഹചര്യത്തെ നോക്കുമ്പോൾ പലതുകൊണ്ട് നമുക്കൊന്ന് എൻകറേജ് ആവാനായിട്ട് പറ്റും. പലയിടത്തും മാതാക്കളായിട്ടും പിതാക്കളായിട്ടും വീണുപോയവരും ചെയ്യേണ്ടത് ചെയ്യാൻ കഴിയാത്തതും പറയേണ്ട സമയത്ത് പറയാഞ്ഞതുമായിട്ടുള്ളതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും അനുഭവിക്കുന്ന ഓരോ മാതാക്കളും പിതാക്കളുമാണ് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ അതിനകത്തു നിന്ന് ചില യോനാഥാന്മാരെ പുറത്തെടുക്കാനായിട്ട് ദൈവത്തിന് കഴിയും. എന്തുകൊണ്ട് അത്തരം ഒരു വ്യത്യസ്ത ഹൃദയത്തിന് യോനാഥൻ ഉടമയായി തീർന്നു? എന്തൊക്കെയായിരുന്നു യോനാഥന്റെ സ്വഭാവം? ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിന്റെ മൂത്ത മകനാണ് ആര്? യോനാഥന്. അപ്പം ജനപ്രീതി ഉള്ളവർക്ക്, ജനങ്ങൾക്കും അവൻ ഏറെ പ്രിയങ്കരന. രാജാവിന്റെ മകനല്ലേ അവൻ. വളരെ നല്ലൊരു, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു പൊതുപ്രഭാഷകൻ, സംസാരിക്കാൻ വളരെ പ്രാവീണ്യമുള്ള ഒരാളാണ്. കാരണം കൂടെയുള്ള ലീഡേഴ്സിനെയൊക്കെ ദൈവത്തിന് അധികം കൊണ്ടും അല്പം കൊണ്ടും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുമല്ലോ, ദൈവത്തിന് പ്രയാസമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് കൺവേ ചെയ്യാനായിട്ടുള്ള ഒരു ടാലന്റ്. പലർക്കും ഐഡിയ ഉണ്ട്, അകത്ത് ചിന്തകളുണ്ട്, പക്ഷെങ്കിൽ അത് വാക്കിൽ അങ്ങോട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുള്ളവരുണ്ട്. എന്നാൽ യോനാഥനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഹി വാസ് an excellent orator. നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ ഒരു ഉന്നത സൈനികനായിരുന്നു, യുദ്ധം ചെയ്യുവാൻ പ്രാവീണ്യമുള്ളവനായിരുന്നു, ഒരു നേതാവായിരുന്നു, ലീഡറായിരുന്നു. അങ്ങനെ നോക്കിയാൽ ലോകത്തിന്റെ അഭിപ്രായപ്രകാരം, ലോകപ്രകാരം നോക്കിയാൽ യോനാഥാനെ പോലെ ഭാഗ്യമുള്ളവൻ വേറെ ആരുമില്ല. എന്നാൽ അവൻ ജനിച്ചത് തന്നെ ഒരു ഗ്രേറ്റ്നെസ് ഓഫ് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ജനിച്ചു, ഒരു മഹത്വത്തിനായിട്ട് തന്നെ അവൻ ജനിച്ചു. അവനെ പോലൊരു കൊട്ടാരത്തിൽ ജനിക്കാൻ എനിക്കോ നമുക്കോ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് പലർക്കും അസൂയ തോന്നത്തക്ക വണ്ണമായിരുന്നു യോനാഥാന്റെ മുൻപോട്ടുള്ള ജീവിതം. എന്നാല് സ്വർഗം അഥവാ ദൈവം ഒരു വ്യക്തിയുടെ മഹത്വം, ഒരു വ്യക്തിയുടെ ഗ്രേറ്റ്നെസ് അളക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഈ രാജാവിന്റെ മകനായിട്ടാണോ കൊട്ടാരത്തിലായിട്ടാണോ, കൊട്ടാരത്തിലായതുകൊണ്ടോ, നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നത് കൊണ്ടോ, നേതാവ് ചമയാൻ അറിയാവുന്നത് കൊണ്ടോ, വലിയൊരു സൈന്യം ഉണ്ടായിട്ടോ, കുറച്ച് ബുദ്ധി ഉണ്ടായിട്ടോ, അങ്ങനെയൊന്നുമല്ല. ദൈവം അളക്കുന്ന ഗ്രേറ്റ്നെസ് അതൊന്നുമല്ല. ദൈവം ഒരു വ്യക്തിയിൽ അളക്കുന്ന മഹത്വം എന്ന് പറയുന്നത് ആ അളവുകോല് മറ്റൊന്ന്. ലോകം വളരെ മഹത്വകരമായിട്ട് കരുതുന്നതിനെ പുറന്തള്ളാന് അതിനെയൊക്കെയും പുറന്തള്ളിക്കൊണ്ട് അത് ഒരു അപൂർവ വ്യക്തിയായിട്ട് തീരാൻ ആഗ്രഹിച്ചു ആര്? യോനാഥൻ. ലോകം കൊടുത്ത കയ്യടിയിലൊന്നും യോനാഥൻ വീണില്ല. പക്ഷെങ്കില് യോനാഥൻ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അകത്തുള്ള ചില ക്യാരക്ടറിനെ, അകത്തുള്ള ചില സ്വഭാവങ്ങളെ ദൈവത്തിന്റെ ഹിതത്തോട് യോജിപ്പിക്കാനായിട്ട് യോനാഥന് വളരെ ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായ ഒരു മഹത്വം ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു യോനാഥൻ. അതുകൊണ്ട് തന്നെ യോനാഥൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ഹി ഹാഡ് എ ഗോഡ് കൈൻഡ് ഓഫ് ഗ്രേറ്റ്നെസ്. ദൈവദത്തമായ ഒരു മഹത്വം
മഹത്വമായിരുന്നു. ലോകം കൽപ്പിച്ചാക്കിയ മഹത്വമല്ല. ഇന്ന് ലോകം കൽപ്പിച്ചാക്കുന്ന ഉന്നതികളിലും മഹത്വത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ എമ്പാടും കടന്ന് പരിശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ ഇങ്ങേറ്റ് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയുടെ പകുതിയും അതാണല്ലോ, അങ്ങനത്തെ ആഗ്രഹങ്ങളാണല്ലോ ലഭിക്കാനായിട്ട്. പക്ഷെങ്കിൽ വാട്ട് ഈസ് എ ഗോഡ് കൈൻഡ് ഓഫ് ഗ്രേറ്റ്നെസ്? ദൈവം ആഗ്രഹിക്കുന്ന മഹത്വം എന്തോ അത് നമ്മുടെ ഉള്ളില്, നമ്മുടെ അകത്താണ് ആ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് യോനാഥാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തെ സ്വർഗീയ നിലവാരം അനുസരിച്ച് അഥവാ ദൈവത്തിന്റെ നിലവാരം അനുസരിച്ച് വിലയിരുത്താൻ നമ്മൾ പഠിക്കണം. നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തെല്ലാം നമുക്കുണ്ടായാലും കർത്താവേ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തിളങ്ങുന്ന മുത്തായിട്ട് തീരാന് നിനക്ക് എന്നെ കണ്ടാൽ ഒരു ആഗ്രഹം തോന്നുവാൻ തക്കവണ്ണം ഇടയാകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു ജീവിതത്തെ മഹത്വരമാക്കുന്നത് എന്താണ്? എന്റെ ജീവിതത്തിന് വില തരുന്നത് എന്താണ്? സ്വർഗം എന്നെ കാണുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന് പറയണമെങ്കിൽ ഞാൻ എന്തായി തീരണം എന്നൊക്കെയാണ് യോനാഥാന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാനായിട്ട് ഈ ഇന്ന് വായിച്ച വേദഭാഗങ്ങൾ നമ്മളെ സഹായിക്കും. നമ്മൾ ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഒന്നാമത്തെ കാര്യം യോനാഥാൻ അതാ ചെയ്തത്. ഉറച്ചു നിന്നാല് നമുക്ക് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലിയവരായിട്ട് തീരാൻ കഴിയും. നമ്മൾ ദൈവത്തിൽ അവനിൽ ആശ്രയിക്കാനും അവനിൽ വിശ്വാസം അർപ്പിക്കാനും അവന്റെ ബലത്തിൽ നമുക്ക് ഊന്നി നിൽക്കാനും നമ്മൾ തിരഞ്ഞെടുക്കണം. അത് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് മടിയിൽ വന്ന് വീഴത്തില്ല. എന്റെ മുമ്പിൽ ഒരു ചോയ്സ് ദൈവം വെച്ചിട്ടുണ്ട്. ജീവന്റെ വഴി, ഒരു മരണത്തിന്റെ വഴിയും ജീവന്റെ വഴിയും നമ്മുടെ മുമ്പിൽ അവൻ വെച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കണം. അതാണല്ലോ ഏദൻ തോട്ടത്തിൽ തൊട്ട് നടന്നത്. എല്ലാം ദൈവം അങ്ങനെ ചെയ്യും. നമ്മുടെ മടിയിലോട്ട് വന്ന് വീഴുമായിരുന്നെങ്കിൽ നമ്മൾ വെറും ഒരു റോബോട്ടായിട്ട് കീ കൊടുക്കുമ്പോൾ ഒരു ടോയ് പോലെ ഓടും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമുക്കൊരു വിൽ പവർ അകത്ത് തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മൾ എന്തിനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു? നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന ചിലതിനെ മാറ്റാൻ ഞാൻ ആഗ്രഹിച്ച് ദൈവഹിതപ്രകാരം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ചോയ്സിൽ വരുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ എവിടെ ജനിച്ചത് കൊണ്ടോ യോനാഥാനെ പോലെ ഒരു സൗഭാഗ്യത്തിൽ ജനിച്ചതെന്ന് യോനാഥാനെ ദൈവഹിതപ്രകാരം ജീവിതത്തെ മാറ്റിയൊഴുക്കാൻ യോനാഥാൻ അതൊന്നും ഒരു തടസ്സമായിരുന്നില്ല എന്നതുപോലെ ഇന്ന് പലതിനെയും ബ്ലെയിം ചെയ്ത് ജീവിക്കുന്നവരാ നമ്മള്. ഞാൻ ജനിച്ച വീട് ശരിയായില്ല, എന്റെ അപ്പനും അമ്മയും എനിക്ക് പറഞ്ഞു തന്ന ശരിയായില്ല, എന്റെ ഭർത്താവ് ശരിയായില്ല, എനിക്ക് എന്തെല്ലാം എക്സ്ക്യൂസസ് നമുക്കുണ്ട്. പക്ഷെങ്കില് ഇതിനേക്കാളൊക്കെ അതൊക്കെ അവിടെ നിൽക്കെ തന്നെ കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാൻ, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദൈവം അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ഇന്ന് പ്രിയ ലീന പറഞ്ഞതുപോലെ ആഗ്രഹിച്ചാല് സ്വർഗീയമായ ആഗ്രഹം, ഡിവൈൻ ഡിസയർ ദൈവം നമുക്ക് തരാതെ പോകത്തില്ലെന്നുള്ളത് എവിടെയും ഞാൻ എഴുതി വെച്ച് തരാം. അപ്പോൾ ഇവിടെ നമുക്ക് യോനാഥാനെ കുറിച്ച് പറയുമ്പോൾ യോനാഥാന്റെ ജീവിതത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ക്വാളിറ്റി. ഇറ്റ് വാസ് എ ഹൈ ക്വാളിറ്റി. നമ്മൾ ഓർക്കരുത്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരിമാരെയൊക്കെ വിളിക്കുകയോ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മസുഹൃത്ത് അവിടെ കൊണ്ട് തീരുകയല്ല. ഇതൊരു സ്വർഗീയമായ ഒരു സ്വഭാവമാണ്. ഇറ്റ്സ് എ ഹൈ ക്വാളിറ്റി. ഇത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ ഞാൻ ഹൈ കോളിംഗ് എന്ന് തന്നെ വിളിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 1 സാമുവേൽ 18:1 അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നാൽ മിക്ക സംസ്കാരങ്ങളിലും മാതാപിതാക്കള് തന്റെ മക്കൾക്ക് വേണ്ട പാർട്ട്നേഴ്സിനെ തെരഞ്ഞെടുക്കും. എന്നാല് നമ്മളാരും നമ്മുടെ അപ്പനെയും അമ്മയും തെരഞ്ഞെടുത്തിട്ടില്ല. ഇങ്ങേയറ്റം നമ്മുടെ അപ്പനും അമ്മയും ഞാൻ എങ്ങനെയുള്ളൊരു കൊച്ചു വേണമെന്നുള്ളതും അതോ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. എന്റെ സഹോദരിയെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. എന്റെ ബന്ധുക്കളെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. നമുക്കാർക്കും തിരഞ്ഞെടുക്കാൻ കഴിയാത്തൊരു കാര്യം ഏരിയാസാ ഇതൊക്കെ. എന്നാല് ഇതെല്ലാം അവിടെ നിൽക്കെ തന്നെ നമുക്ക് നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. നല്ലൊരു സ്നേഹിതനെ ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ നോക്കിയിട്ട് നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്നാ പറഞ്ഞത്. നമുക്കൊരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചോയ്സ്. അപ്പോൾ ആ സ്നേഹിത ബന്ധം, ആ സുഹൃത്ത് ബന്ധം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത മറ്റു ബന്ധങ്ങളെ ഒത്തിരി സ്വാധീനിക്കാനും പറ്റും. ആ സുഹൃത്ത് ബന്ധം, അതായത് സ്വർഗവുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ്
നമുക്ക് ഈ ലോകത്തിൽ വെച്ച് ഒരിക്കലും സാധിക്കാത്ത, നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തിരഞ്ഞെടുത്ത് ഉറപ്പിക്കാൻ സാധിക്കാത്ത അപ്പനെയോ അമ്മയോ ബന്ധുക്കളെയോ ആങ്ങളെയോ പെങ്ങളെയോ നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ പരിധിയിൽ വരാത്തതിനെ സ്വാധീനിക്കാന് ഈ എന്നൊരു നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുത്താൽ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് നല്ലൊരു സുഹൃത്തിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗീയമായ ദൈവത്തെ ഒരു നല്ല സുഹൃത്താക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ കഴിയുമെങ്കിൽ മറ്റെല്ലാ ബന്ധങ്ങളെയും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ ബന്ധങ്ങളെയും സ്വാധീനിക്കാനായിട്ട് പറ്റും. അത് ഏറെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാണ്. അത് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ അകത്തുള്ള മനുഷ്യനെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ചെയ്യേണ്ട പദ്ധതികള്, നമ്മളെക്കുറിച്ചുള്ള കോളിങ്, നമ്മളെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ്, എന്റെ ശുശ്രൂഷ, നിങ്ങളുടെ ശുശ്രൂഷ, എല്ലാത്തിനെയും സ്വാധീനിക്കാൻ പറ്റും ആ സ്വർഗീയമായ സുഹൃത്ത് ബന്ധത്തിന്. അപ്പോഴ് യഥാർത്ഥ ഒരു സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് ലോസ് ഒന്നുമില്ല. അതിനകത്ത് പ്രത്യേകിച്ച് നിയമങ്ങൾ നിയന്ത്രിക്കുന്നില്ല നമ്മളെ. കാരണം എന്താ? ഒറ്റ നിയമമേ ഉള്ളൂ, സ്നേഹം എന്ന നിയമം. അവരുടെ അകത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയം ഒട്ടിയിരിക്കുന്ന രണ്ടുപേരുടെ ആഗ്രഹം എന്താ? നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. നിനക്കെപ്പോ ഒരു ആവശ്യമുണ്ടോ ഞാൻ അവിടെയുണ്ട്. എനിക്ക് എപ്പോഴൊരു ആവശ്യമുണ്ടോ നീ അവിടെയുണ്ട്. എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഞാൻ നിനക്കൊരാശ്വാസം, നീ എനിക്കൊരാശ്വാസം. നിന്റെ സ്നേഹം എനിക്ക്, എന്റെ സ്നേഹം നിനക്ക്. ഇതാ സുഹൃത്ത് ബന്ധം. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. ദൈവവുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം വരുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എന്റെ എനിക്ക് കൽപ്പനകൾ, എനിക്കത് സ്വാദം. അപ്രകാരം ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് ഇന്ന് യോനാഥാന്റെ കഥയിൽ കൂടി നമ്മളെ ദൈവം ക്ഷണിക്കുക. യോനാഥാന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ യോനാഥാൻ ആദ്യം ഈ തിരുവചനത്തിലേക്ക് കടന്നു വരുന്നത് 1 സാമുവേൽ 13-ാമത്തെ അധ്യായത്തില്. ശൗല് രാജാവായി കഴിഞ്ഞതിന് ശേഷം 1 സാമുവേൽ 13-2-3 വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്. ശൗല് ഇസ്രായേലിൽ 3000 പേരെ തിരഞ്ഞെടുത്തു. ഓർക്കണം, 3000 പേര്. 2000 പേർ ശൗലിനോട് കൂടെ മിഗ്മാസിലും ബഥേൽ മലയിലും, 1000 പേർ യോനാഥാനോട് കൂടി ബെന്യാമീനിലെ ഗിബിയോനിലുമായിരുന്നു. ശേഷം ജനത്തെ അവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരുപാട് പേര് വന്നു, കുറച്ചുപേരെ മാത്രം ക്രീമായിട്ടുള്ള കുറച്ചുപേരെ തിരഞ്ഞെടുത്തു. 2000 പേരെ ശൗലിന്റെ കൂടെ നിർത്തി. 1000 പേരെ യോനാഥാന്റെ കൂട്ടത്തിലും കൊടുത്തു. എന്തിനാ ഈ ജനമെല്ലാം? യുദ്ധമുണ്ട്. ഇവരുടെ മുമ്പിൽ ഫെലിസ്ത്യ സൈന്യം നിൽക്കുന്നുണ്ട്. ചുറ്റുപാട് ശത്രുക്കളാൽ അവർ ചുറ്റപ്പെട്ടിരിക്കുക. ഇസ്രായേലിന് ആ നാളുകളിൽ ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായിരുന്നു, യുദ്ധം കഠിനമായിരുന്നു എന്നൊക്കെ നമ്മൾ അതിന്റെ മറ്റു ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. 3-ാം വാക്യത്തില് പിന്നെ യോനാഥാൻ ഗബയിൽ ഉണ്ടായിരുന്ന ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു. ഈ ഫെലിസ്ത്യർ അത് കേട്ടു. എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ശൗൽ ദേശമെല്ലായിടത്തും കാഹളം ഊതിച്ചു. അപ്പനും മകനും ഒരുമിച്ച് ഒരു ദൗത്യത്തിന് ഇറങ്ങുക. അപ്പനോടുകൂടെ ചേർന്ന് നിൽക്കുന്നു. അപ്പൻ പറയുന്നത് പോലെ ചെയ്യാൻ സന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരു യോനാഥാനെ നമുക്ക് കാണാം. യോനാഥാന്റെ ആദ്യത്തെ ചൂടുവെപ്പിൽ തന്നെ അവന് ജയം ലഭിച്ചു. ഫെലിസ്ത്യ പട്ടാളത്തെ അവൻ തോൽപ്പിച്ചു. അപ്പന്റെ കൂടെ 2000 ഉണ്ടല്ലോ, എന്റെ കൂടെ 1000 ഉള്ളല്ലോ. അങ്ങനെ ഒരു ചിന്തയൊന്നും യോനാഥാൻ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ഇല്ലാതിരുന്നു എന്നുള്ളത് പിന്നീടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അവന്റെ ദൈവത്തിലുള്ള വിശ്വാസം, അവന്റെ ദൈവത്തിലുള്ള ആ ഒരു ആശ്രയത്വം, ദൈവം എന്നെ അറിയുന്നെന്നും ദൈവം എനിക്ക് നിയമിച്ചിരിക്കുന്ന ആ ഒരു പോർഷനില് ഞാൻ എപ്പോഴും സന്തുഷ്ടനാണെന്നുള്ള ഒരു സന്തുഷ്ട ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ആര്? ഈ യോനാഥാൻ. അങ്ങനെ അപ്പനും മകനും കൂടെ ഒരുമിച്ച് തുടങ്ങിയ ഒരു ദൗത്യം നമുക്ക് 1 സാമുവേൽ 13 ആദ്യ ഭാഗങ്ങളിൽ കാണാം. അവർ യുദ്ധത്തിന് പോകുന്നു, ഒരുമിച്ച് നിൽക്കുന്നത്. എന്നാല് 14-1 കടന്നു വന്നാല് ഒരു വ്യത്യസ്തമായ ഒരു യുദ്ധശൈലി അവിടെ കാണാം. എന്താ 14-1 വായിക്കുന്നത്? ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക. അപ്പോൾ ഒരിക്കൽ 13-1 തോൽപ്പിച്ചു, കഴിഞ്ഞില്ല. ഇവന്മാരുടെ എന്താ പറയുന്നത്, ഇവന്മാരുടെ ശക്തി ജയിക്കത്തില്ല, വീണ്ടും വീണ്ടും യുദ്ധമാ. നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. കണ്ടോ, ഇവിടെ വരുമ്പോഴേ അപ്പനോട് പറയാതെ മകൻ പോകുന്ന ഒരു യുദ്ധത്തിന്റെ
സംരംഭത്തെ നമ്മളിവിടെ കാണുന്നത്. 13:1 അപ്പനോടുകൂടെ, അപ്പൻ തെരഞ്ഞെടുത്ത ജനത്തോടുകൂടെ പോയ ഒരാള്. സ്വാഭാവികമായിട്ടും യോനാഥാന് ചിന്തിക്കാം, അന്ന് അപ്പനാ എനിക്ക് 1000 പേരെ എന്റെ കൂട്ടത്തിൽ തന്നത്, അത് ആ അപ്പൻ എന്റെ അപ്പനാ, ആ അപ്പൻ ചെയ്യുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ്, ആ അപ്പനോട് കൂടെ ഞാൻ ചേർന്ന് നിൽക്കണം. പക്ഷെ എന്ത് കാരണം ആണ് എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഇവിടെ 14 വരുമ്പോഴേ അവൻ അപ്പനോട് പറഞ്ഞില്ല. യഹോവ 12ാമത്തെ വാക്യത്തിൽ വന്നാൽ യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരെ? ഫെലിസ്ത്യരെ. അവിടെ വലിയൊരു ജയം ആർക്ക്? ഈ യോനാഥാനും കൂട്ടത്തിലുള്ളവർക്കും കൊടുത്തു. അപ്പോൾ 13 ഒരു യുദ്ധം, 14 യോനാഥാൻ തനിച്ചൊരു യുദ്ധം, അപ്പനുമായിട്ടൊരു കോൺവെർസേഷൻ ഇല്ലാതെ. എന്തായിരിക്കും ഇതിന്റെ ഇടയിൽ നടന്നത്? എനിക്ക് വളരെ ആഗ്രഹം തോന്നി, ഇതിന്റെ ഇടയിൽ യോനാഥാൻ ഇച്ചിരി അല്പം മാറി ചിന്തിക്കാനുള്ള കാര്യം എന്തായിരുന്നു? ഇതിന്റെ ഇടയിൽ നടന്നൊരു കാര്യം 13:8 തൊട്ട് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നെങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനം അവനെ വിട്ട് ചിതറിപ്പോയി. ശമൂവേൽ എന്ന പ്രവാചകനാ, ശമൂവേല് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവനാ. ഹോമയാഗവും സമാധാനയാഗവും അത് കഴിച്ച് ഇവര് യുദ്ധത്തിന് പോകാനായിട്ട് ഇവരെ ഒരുക്കിവിടേണ്ട ആളാ ശമൂവേൽ. പക്ഷെ ശമൂവേൽ വരാൻ അല്പം വൈകിയപ്പോഴ് ശൗലിന് അങ്ങനെ കാത്തു നിൽക്കാനൊന്നും കഴിഞ്ഞില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് 9ാം വാക്യത്തില്, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ആര് പറയാ? ശൗല് പറയാ, എന്റെ അടുക്കൽ കൊണ്ടുപോവാൻ. ശമൂവേൽ നമ്മൾ കുറച്ചു നാളായി നേരമായി നോക്കി നിൽക്കുന്നു, വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാനതങ്ങ് ചെയ്തോളാം, ഞാൻ രാജാവല്ലേ, എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. 9ാം വാക്യത്തിൽ പറയുന്നു, അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. അപ്പോഴത്തേന് ശമൂവേൽ എത്തി. ശമൂവേൽ ശൗലിനോട് ചോദിച്ചു, നീ ചെയ്തത് ഭോഷത്വം, ഒരു ഫൂളിഷ്നെസ്സാ നീ ചെയ്തത്. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കുമായിരുന്നു. അങ്ങനെ ഒരു പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പദ്ധതി ദൈവം പൊളിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവും, ദൈവത്തിന് നമ്മളുടെ മേലൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നിയ വഴികൾ നമ്മൾ തെരഞ്ഞെടുത്താൽ പദ്ധതി ദൈവത്തിന് പൊളിക്കാനും ദൈവത്തിന് കഴിയും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുന്നു. അപ്പോൾ യോനാഥാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്, അപ്പനോട് ചേർന്ന് നിന്നൊരു യുദ്ധം, 14 അപ്പൻ ഇല്ലാതെ ഒരു യുദ്ധം. ഇതിന്റെ ഇടയ്ക്ക് നടന്നത് അപ്പന്റെ ചില തെരഞ്ഞെടുപ്പുകളും അപ്പന്റെ ചില ഇഷ്ടങ്ങളും അപ്പന്റെ ചില ഷാഢ്യ സ്വഭാവങ്ങളും അപ്പന്റെ ഞാനെന്നുള്ള ഒരു ഉയർച്ചയും, അതെ, ശമൂവേൽ പ്രവാചകനോട് ബഹുമാനമില്ലാത്ത ഒരു സമീപനവും, പ്രവാചകനോ പുരോഹിതനോ ചെയ്യേണ്ട ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ ചെയ്താൽ എന്താ? ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാം, മോശയോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മിറിയാം പിറുപിറുക്കുന്നു, അഹരോൻ പിറുപിറുക്കുന്നു. അവിടെയൊക്കെ നമുക്ക് എപ്പം പൊതുവേ കാണുന്ന ഒരു സ്വഭാവമാണ്. അത് ഇന്നുകൊണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇത് അവിടെ ഇസ്രായേലിൽ കൊണ്ട് തീരുവല്ലോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഇടയ്ക്ക് തന്റെ അപ്പന് ദൈവഹിതപ്രകാരമല്ലാത്തത്, ദൈവത്തിനേറെ ദുഃഖം വരുന്ന ഒരു കാര്യം അവിടെ ചെയ്തത്. ഇവിടെ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? യോനാഥാന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അതാണല്ലോ നമ്മുടെ ഫോക്കസ്. യോനാഥാൻ ഒരിക്കലും അപ്പനെ സപ്പോർട്ട് ചെയ്തില്ല. എന്റെ അപ്പനാണ്, ഒന്ന് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ശമൂവേലിനോടൊന്നും തർക്കിക്കുന്നതായിട്ടൊരു വാക്യം എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം യോനാഥാൻ അവിടെ സൈലന്റ്. യോനാഥാൻ അപ്പനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹി സ്റ്റുഡ് ഫോർ ദ ട്രൂത്ത്. സത്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു യോനാഥാന്, ബന്ധങ്ങളെക്കാളും സത്യത്തിന് വില കൊടുക്കുന്ന, ഇന്ന് ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബന്ധങ്ങൾ ബന്ധനങ്ങളായിട്ട് തീരുന്ന ആത്മീയരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അയ്യോ, വീട്ടുകാരിങ്ങനെ പറയുമോ, നാട്ടുകാരിങ്ങനെ പറയുമോ, അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, അത് പറ്റത്തില്ല. നമ്മുടെ വീട്ടിലെ സാഹചര്യം അങ്ങനെയാ. ബന്ധങ്ങൾ ബന്ധനമായി തീരുന്നത്. കർത്താവ് ഒരു ശബ്ദം നമ്മുടെ ജീവിതത്തിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങളെക്കാളും ഉയരത്തില് ആ ശബ്ദമായിരിക്കണം നിൽക്കേണ്ടത്. ട്രൂത്ത് ഷുഡ് സ്റ്റാൻഡ് എബവ് ദ റിലേഷൻഷിപ്പ്. അവർക്കുള്ള പ്രതിഫലം വലുതാ. അവരെ ദൈവം കരങ്ങളിൽ എടുക്കും. അവർക്കുള്ള കൃപയുടെ ഒഴുക്ക് വലുതാ. അവരതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന വിലയെ ദൈവം മാനിക്കും. നമ്മളെല്ലാവരും വളരെ കംഫർട്ടബിൾ ക്രിസ്ത്യൻസാ. എല്ലാം വന്ന് അടുത്ത് വീഴാമെങ്കിൽ എല്ലാം ഞാൻ സ്തോത്രം. ഇന്ന് എത്ര വില നമ്മൾ കൊടുക്കുന്നുണ്ട്. വില കൊടുത്ത് നിന്ന ഒരുവനായി യോനാഥാൻ. അപ്പന് പോലും ഒരുപക്ഷെങ്കിൽ നമ്മൾ വായിച്ച ഭാഗത്തൊന്നും മനസ്സിലായല്ലോ, ദാവീദുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അപ്പൻ അത്ര സുഖമല്ലായിരുന്നു.
പക്ഷെങ്കില് യോനാഥാൻ അത് വിട്ടില്ല. യോനാഥാന് മനസ്സിലായി എവിടെ ഏതാണ് സത്യം, ആരാണ് സത്യം. യോനാഥാൻ ഹി തിങ്സ് ഡിഫറently. അങ്ങനെ യോനാഥാൻ ഒരു അടുത്തൊരു സ്നേഹിതനെ കണ്ടെത്തി. 18-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. 18:1 അവിടെ വായിക്കുന്നു, അവിടെയാണ് ദാവീദുമായിട്ട് യോനാഥാൻ പറ്റിച്ചേരുന്നത്. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ ശൗലിനോട് സംസാരിച്ചപ്പോൾ, അവൻ എന്ന് പറഞ്ഞപ്പോൾ അബ്നേറിനെ നമുക്ക് അതിന്റെ തൊട്ടു മുമ്പിലത്തെ അധ്യായത്തില് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 55-ാമത്തെ വാക്യം തൊട്ടിട്ട് അവിടെ കാണാം, അബ്നേറെ ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത് ശൗല് കണ്ടപ്പോൾ, 17:55 വായിക്കുന്നത്, കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേറിനോട് ശൗല് ചോദിക്കുക, അബ്നേറെ ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചു. അബ്നേർ, രാജാവേ, തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് നീ അന്വേഷിക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. ശൗലിന്റെ മുമ്പിൽ വരുമ്പോ ദാവീദിന്റെ കയ്യിൽ എന്താ ഉണ്ട്? ഫെലിസ്ത്യന്റെ തല കയ്യിലിരിപ്പുണ്ട്. ഫെലിസ്ത്യന്റെ തലയെ അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ, ഉണ്ടായിരുന്നു. 58-ാം വാക്യത്തില് ശൗൽ അവനോട്, ബാല്യക്കാരാ, നീ ആരുടെ മകനാ? ഒരു മനുഷ്യന്റെ തലയും കൈ പിടിച്ചോണ്ട് വരുന്നു. ഞാൻ ബേത്ലഹേമ്യനായ നിന്റെ ദാസൻ ഈശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ, ഈ കോൺവെർസേഷൻ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, ഈ കോൺവെർസേഷൻ ഓവർ ഹിയർ ചെയ്ത് ഒരു യോനാഥാന്റെ മനസ്സ് ഈ ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. ഇന്ന് ചില ശബ്ദങ്ങള്, ഇന്ന് സുവിശേഷത്തിന്റെ ശബ്ദം നമ്മുടെ കാതിൽ വന്ന് അടിക്കുമ്പോൾ ഒരുപക്ഷെ വേറെ രണ്ടുപേരിൽ നിന്നായിരിക്കും പറയുന്നത്. അത് കേൾക്കുന്ന മൂന്നാമനോ നാലാമനായിട്ട് നിൽക്കുന്നവന്റെ ഹൃദയം ദാവീദിനോട് പറ്റിച്ചേരണം. അങ്ങനെ യോനാഥാനോട് ഡയറക്റ്റ് ഒന്നും ആരും അവിടെ വന്നൊന്നും പറഞ്ഞില്ല. യോനാഥാൻ നിന്ന് കേൾക്കുകയാ, ഇവിടെ എന്താ സംഭവം, ഇവിടെ നടക്കുന്ന കഥ എന്താണ്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, അബ്നേർ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ 18:1 യോനാഥാന്റെ മനസ്സ് ദാവീദിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ ഇത് കേട്ടു, യോനാഥാൻ കണ്ടു. യോനാഥാൻ കേൾക്കുക മാത്രമല്ല, യോനാഥാന്റെ കണ്ണുകൊണ്ട് കാണുക, ഒരുത്തന്റെ തലയും പിടിച്ച് തൂക്കിപ്പിടിച്ച് അവന്റെ തലമുടിയേലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൊച്ചു കുള്ളം പയ്യനെ. ആര്? ദാവീദിനെ. അങ്ങനെ യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. എന്താ സംസാരിച്ചത് അവര്? എന്ത് സംസാരിച്ചു തീർന്നപ്പോഴാ? ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചത് നമ്മൾ വായിക്കുന്നുണ്ടത് ഇല്ലേ? അതിന്റെ 55 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ, അതാണ് അവിടെ സംഭവം നടന്നത്. യോനാഥാൻ എന്താ കണ്ടത്? യോനാഥാൻ എന്താ കേട്ടത്? കണ്ടതും കേട്ടതും യോനാഥാന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. കണ്ടതും കേട്ടതും യോനാഥാനെ ഒരു വ്യത്യസ്ത മനുഷ്യനാക്കി തീർത്തു. 57:7 എന്താ യോനാഥാൻ കാണുന്നത്? ശത്രുവിനെ സംഹരിച്ച് മടങ്ങി വരുന്ന ദാവീദിനെ, ഫെലിസ്ത്യന്റെ തല കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ദാവീദിനെ. ഉൽപ്പത്തി പുസ്തകം 3:15 വായിക്കുന്നു, അതെ, സ്ത്രീയുടെ സന്തതി ശത്രുവിന്റെ തലയെ തകർത്തു. തലയെ തകർത്ത ഒരുവൻ വന്ന് മുമ്പ് നിൽക്കുമ്പോ എങ്ങനെ വിശ്വസിക്കാതിരിക്കുക? തലയെ തകർത്ത ഒരുവൻ. ഇന്ന് തലയെ തകർത്തവനെ കുറിച്ച് എത്ര പറഞ്ഞാലും കഠിനമായ ഹൃദയങ്ങളിൽ ഒന്നും പ്രവേശിക്കത്തില്ല. ഇന്ന് തലയെ തകർത്ത് നിൽക്കുന്ന ഒരുവൻ ഈ തലയെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നവനെ കണ്ടപ്പോൾ മാറി ചിന്തിച്ച, അതെ, സ്നേഹിച്ച ആ ദാവീദിന് വേണ്ടിയിട്ട് ഹൃദയവും മനസ്സും പകർന്നു കൊടുത്ത ഒരു യോനാഥാനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. യോനാഥാൻ എന്താ കാണുന്നത്? യോനാഥാൻ കാണുന്നത് ഈ ഒരു വലിയ കാഴ്ച. യോനാഥാൻ കാണുന്നത് അത് ശൗല് അവനോട് സംസാരിച്ചു തീർന്നപ്പോൾ, ശൗലിന് അതൊരു വെറും സംസാരമായിരുന്നു. ശൗലിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാത്തൊരു രൂപാന്തരം യോനാഥാന്റെ ഹൃദയത്തിൽ ഉണ്ടായി. യോനാഥാന് ശൗല് ഒരേ സീനല്ലേ കണ്ടത്? ഒരേ കാര്യമല്ലേ കണ്ടത്? അവർ ഒരേ ദാവീദിനെയാ കണ്ടത്, ഒരേ ഫെലിസ്ത്യന്റെ തലയാ കണ്ടത്, ഒരേ രക്തം ഒഴുകുന്ന തലയാ കണ്ടത്, ഒരേ ശവമാ കണ്ടത്. പക്ഷെങ്കില് രണ്ടുപേരുടെ ഹൃദയത്തിൽ രണ്ടു തരത്തിലാ ചിന്ത പോയത്. രണ്ടു തരത്തിലാ രണ്ടുപേരുടെ ജീവിതം മാറി ഒഴുകിയത്. ശൗലായിത്തീർന്നത് പോലെ യോനാഥാൻ ആയിത്തീർന്നില്ല. പിന്നീട് അന്ന് തൊട്ട് താഴോട്ട് ശൗലിന്റെ അധപ്പതനം അങ്ങോട്ട് തുടങ്ങി. ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തുവിന്റെ ക്രൂശിന്റെ കാഴ്ച നമ്മളെ വ്യത്യാസപ്പെടുത്തട്ടെ. ഹൃദയം കഠിനമാകാതെ ഇന്ന് നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മസാനാളിനെ പോലെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മർക്കോസ് സുവിശേഷത്തില് ശതാധിപന്, അതെ, ക്രൂശിനെതിരെ നിന്ന ശതാധിപൻ ഇങ്ങനെ പറയുന്നുണ്ട്. ശതാധിപൻ യേശു പ്രാണൻ വിട്ടത് കണ്ടപ്പോൾ
നോക്കി നിൽക്കുകയാ. അന്ന് വരെ യേശുവിനോട് കൂടെ നടക്കാനോ യേശു പറയുന്നത് കേൾക്കാനോ ഒന്നും വലിയ അധികം സമയമൊന്നും ശതാധിപൻ കണ്ടെത്തിയില്ല. അതൊക്കെ ഒരു വഴിക്ക് പോട്ടെ. അങ്ങനെ കുറെ പേര് ഇത് കുറെ കണ്ടത്, ഇങ്ങനെ കുറെ പേര് മശിഹ മശിഹ എന്നൊക്കെ പറഞ്ഞു വന്നു, അതിലൊന്ന എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞതായിരിക്കാം ഒരുപക്ഷെങ്കില്. എന്തായാലും കൊള്ളാം, ക്രൂശിലേക്ക് നോക്കി അവൻ പ്രാണൻ വിട്ട ആ ഒരു സംഭവം കണ്ടു. ഇത് ആരും പ്രാണൻ വിട്ടതുപോലല്ല. പലരും ക്രൂശിൽ തൂങ്ങി. അന്ന് റോമൻ സമ്പ്രദായത്തില് ഏറ്റവും ഹീനമായ ഒരു ശിക്ഷയായിരുന്നു ക്രൂശ് മരണം. പലരെയും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെങ്കില് ശതാധിപന് ഈ കർത്താവ് യേശു ക്രിസ്തു കിടക്കുന്നത്, പ്രാണനെ വിട്ടത് കണ്ടിട്ട് ശതാധിപൻ പറഞ്ഞു മർക്കോസ് 15:39 ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അവന്റെ മരണത്തിന് എന്തായിരുന്നു ഒരു പ്രത്യേകത? അവന്റെ എവിടെ കിടന്നുള്ള ക്രൂശിലെ നിലവിളിക്ക് എന്തായിരുന്നു ഒരു പ്രത്യേകത? നിലവിളിക്ക് എന്തുകൊണ്ടും പ്രത്യേകതയുണ്ടായിരുന്നു. കള്ളൻ ക്രൂശിൽ കിടന്ന് പറഞ്ഞതുപോലെയല്ല, ദുഷ്ടനായ കള്ളൻ ക്രൂശിൽ കിടന്ന് പറഞ്ഞതല്ല കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്. അതിനു മുമ്പ് പലരും ക്രൂശിൽ കിടന്ന് നിലവിളിച്ചതും ശപിച്ചതും രാഗിയതും അയ്യം വിളിച്ചതും ഒന്നുമല്ല നമ്മുടെ കർത്താവ് പറഞ്ഞത്. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ആ നിലവിളി കേട്ടു ശതാധിപൻ. കേട്ടിട്ട് ശതാധിപൻ ആ കേട്ട ശബ്ദം ശതാധിപനെ ചിന്തിപ്പിച്ചു. ശതാധിപൻ ഒരു തിരിച്ചറിവിലേക്ക് വന്നു, ഇവൻ മനുഷ്യപുത്രൻ, ഈ മനുഷ്യൻ ദൈവപുത്രൻ. നഥനിയേല് ഈ കണ്ട കാര്യങ്ങള്, ദാവീദ് വന്ന് നിൽക്കുന്ന ഒരുത്തന്റെ തല മാത്രം പിടിച്ചോണ്ട് വന്ന് നിൽക്കും, നമ്മളതെ പേടിച്ചോടിയേനെ. നഥനിയേല് മാറി ചിന്തിച്ചു, ശതാധിപന് മാറി ചിന്തിച്ചു. തോമസ് ലീഹ കൂടെ നടന്നിട്ട് തോമസ് ലീഹ ചിലത് ഫീൽ ചെയ്ത് കണ്ടപ്പോഴ്, ചിലതൊക്കെ അവന്റെ ആണിപ്പാടുള്ള കരങ്ങളെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ യേശു പറയുന്നു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകൾ നീ കാണുക, എന്റെ വിലാപ്പുറത്ത് നിന്റെ കൈയിട്, എന്റെ കൈയുടെ ആണിപ്പാട് നീ ഇത് കാണ, വിലാപ്പുറത്ത് കൈയിട്. കാണുകയും ചെയ്യുന്നു, ഫീൽ ചെയ്യുകയും ചെയ്യുന്നു, രണ്ടും ചെയ്യുന്നു. കേൾക്കുന്നു, അതെ, ശബ്ദം കേൾക്കുന്നു, കണ്ടു, വിശ്വസിച്ചു. അതേ ഒരു തിരിച്ചറിവിലേക്ക് തോമസ് അപ്പോസ്തലൻ വന്നു. അവൻ പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. നഥനിയേലിന്റെ ഹൃദയത്തിൽ ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത്. ഒരു ദാവീദിനെ കണ്ടപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവന്റെ ഹൃദയം കത്തി. ഇന്ന് ദാവീദ് പുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തണം, ഇല്ലെങ്കിൽ കുത്തണം. ഇതിലൊന്ന് സംഭവിക്കണം. സംഭവിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ നമ്മൾ കണ്ടു ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു ഒരു യോനാഥൻ. സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. നഥനിയേലല്ല, യോനാഥന് ഇപ്പം സ്വന്തം പ്രാണൻ ഏതാ, ദാവീദിന്റെ പ്രാണൻ ഏതാന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുപോലെ ഇത് രണ്ടും അങ്ങ് യോജിച്ചു. ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു കേട്ടോ, എഴുതിയിട്ടില്ലേ, ഞാൻ എന്റെ ചിന്തയിൽ അങ്ങ് പറയാം. അവിടെ നിന്നപ്പോ ഇവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു കാണും. ആ ദാവീദിന്റെ കണ്ണിലോട്ട് യോനാഥൻ നോക്കി, യോനാഥൻ ദാവീദിന്റെ കണ്ണിലോട്ട് നോക്കി. അവരുടെ കണ്ണ് ഏറെ സംഭാഷണം അവിടെ നടത്തി കാണും. ഇന്ന് കർത്താവിന്റെ കണ്ണിലോട്ടൊന്ന് നോക്കിയിട്ട്, വാക്കുകളുടെ പ്രാഗൽഭ്യമല്ല, വാക്കുകളുടെ വലിമയൊന്നുമല്ല, അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി ഹൃദയം ഒന്ന് പകരാൻ കഴിഞ്ഞാൽ, എന്റെ ഹൃദയം അങ്ങോട്ട് പകർന്നാൽ അവന്റെ ഹൃദയം ഇങ്ങോട്ട് പകരും. അങ്ങനെ ഒട്ടുന്ന ഒരു അനുഭവം, പറ്റിച്ചേരുന്ന ഒരു അനുഭവം. ആവർത്തന പുസ്തകം 6:8 ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവത്തിന്റെ വചനം. ഇന്നെന്താ നമ്മുടെ ഹൃദയത്തോട് പറ്റിയിരിക്കേണ്ടത്? അവന്റെ വചനം, അവന്റെ കൽപ്പന. അവൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ നിബന്ധനയില്ലാതെ. ഇന്നൊരു പക്ഷെ എനിക്ക് മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അത് ദൈവം മനസ്സിലാക്കി തരും. ആവർത്തന പുസ്തകം 6:8 ഇങ്ങനെയാ വായിക്കുന്നത്, അവയെ ഏതിനെ? അവന്റെ കൽപ്പനകളെ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന കൽപ്പനകളെ ആവർത്തന പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നത്, അവയെ അടയാളമായിട്ട് നിന്റെ കൈമേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടയമായിരിക്കണം. അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെ വായിക്കുന്നത്, യു ഷാൽ ബൈൻഡ് ദം ആസ് എ സൈൻ ഓൺ യുവർ ഹാൻഡ്. യു ഷാൽ ബൈൻഡ് ദം. ഒരു മനുഷ്യൻ അരയ്ക്ക് കച്ച കെട്ടുന്നത് പോലെ, യിരെമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു, ഇസ്രായേലേ, ഒരു മനുഷ്യൻ തന്റെ അരയ്ക്ക് കച്ച കെട്ടുന്നത് പോലെ നീ എന്റെ അരയോട് പറ്റിയിരിക്കണമെന്ന് എന്റെ ആഗ്രഹം. ദൈവത്തിന് ഇന്ന് ആഗ്രഹമുണ്ട് അവനോട് പറ്റി നമ്മളിരിക്കാൻ. 91 സങ്കീർത്തനത്തിൽ പറയുന്നു, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഇവിടെ ഹൃദയം പറ്റിയ, ദാവീദിനോട് ഹൃദയം പറ്റിയ ഒരു യോനാഥൻ. അതിനുശേഷം അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ, ഹൃദയമൊക്കെ പറ്റി. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഇനി കാണാം കേട്ടോ.
സീ യു ലേറ്റർ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ്, മെസ്സേജ് അയക്കാൻ കേട്ടോ, ചാറ്റ് ചെയ്യാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിതൊക്കെ എന്റെ ഒരു കണ്ടംപററി വേർഷനിലങ്ങ് പറയുക. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇവരുടെ ആ ഹൃദയം ഒട്ടിയതിന് അവിടെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് യേശുവയെ സ്നേഹിക്കുന്നെങ്കിൽ അതിനൊരു ആക്ഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ചിലതിനെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ആക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം. 8:3 യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചത് കൊണ്ട് യോനാഥാൻ ചില കാര്യം ചെയ്തു. ഞാൻ അവരുമായിട്ട് സഖ്യത ചെയ്തു. ഈ സഖ്യത ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. സഖ്യത ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കത് വിട്ടുപിരിഞ്ഞ് പോരാൻ പറ്റത്തില്ല. ഓൾറെഡി വാക്ക് കൊടുത്തുപോയി, ഉടമ്പടി ചെയ്തു. എന്തൊക്കെ ചെയ്തു യോനാഥാൻ? നോക്കണം, ഉടനെ സംഭവിക്കുന്ന കാര്യം. അവിടെ ഒരു ഗ്യാപ്പില്ല. 17 ഒടുവിലത്തെ ഭാഗവും 18 ആദ്യ ഭാഗവും നമ്മൾ ചേർത്ത് വായിക്കുന്നത്. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി, അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ആയുധം വെച്ച്, അതെ, എന്റെ മനസ്സ് പറ്റിയിരുന്ന, എന്റെ പ്രാണനായിരിക്കുന്ന ദാവീദിന് വേണ്ടിയിട്ട് മുഴുവൻ അവിടെ അങ്ങ് സമർപ്പിക്കുക. മേലങ്കിയൂരി അവന്റെ റെപ്യൂട്ടേഷൻ മാറ്റിവെച്ചു. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്ന ജോനാഥൻ മെയ്ഡ് എ കവനന്റ് വിത്ത് ഡേവിഡ് ബിക്കോസ് ഹി ലവ്ഡ് ഹിം ആസ് ഹിംസെൽഫ്. അവനെ സ്വന്തമായിട്ട് സ്നേഹിച്ചതുപോലെ ദാവീദിനെ സ്നേഹിച്ചു. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ അവനെ സ്നേഹിക്കുക. കർത്താവ് അങ്ങനെയാ പറഞ്ഞത്, ഐ ലവ് ദം ആസ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുക. ഞാൻ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കുക. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് ക്രിസ്തു നമ്മളെ വിളിക്കുക. അതിന്റെ അടുത്ത വാക്യത്തില് ജോനാഥാൻ സ്ട്രിപ്ഡ് ഓഫ് ഹിസ് റോബ്. ഊരി എന്നൊക്കെ മലയാളത്തിൽ വായിക്കുമ്പോൾ അതിനൊക്കെ ഒരു ശക്തി പോരെന്ന് എനിക്ക് തോന്നുക. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇങ്ങനെ, ഹി സ്ട്രിപ്ഡ് ഓഫ് ഹിസ് റോബ് ദാറ്റ് വാസ് ഓൺ ഹിം. അത്രയും നാൾ തന്റെ ശരീരത്തോട് ഒട്ടിയിരുന്ന അതെ ആ പ്രൗഢിയുടെ വസ്ത്രം, ആ പ്രൗഢിയുടെ താൻ രാജകുമാരനല്ലേ, ആ റോബ് താൻ അങ്ങോട്ട് എടുത്തങ്ങോട്ട് മാറ്റി, അതുകൊണ്ട് ഊരി അങ്ങോട്ട് കളഞ്ഞ്. ആ ഊരുമ്പോഴേ എന്തായിരിക്കും യോനാഥാന്റെ മനസ്സ്? എനിക്ക് യോജ്യമല്ല, ഇതിനി എനിക്ക് വേണ്ട. അതെടുത്തു ദാവീദിന് കൊടുത്തു. അവന്റെ മിലിറ്ററി ഗിയർ എന്ന് പറഞ്ഞാല് യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, അവന്റെ വാള്, വില്ല്, അരക്കച്ച, അത്രയും നാൾ തന്റെ ശരീരത്തോട് ചേർന്നിരുന്നത് എന്തൊക്കെയുണ്ടോ, അത്രയും നാൾ എന്റെതെന്ന് പറഞ്ഞത് എന്തൊക്കെയുണ്ടോ, അതെല്ലാം യോനാഥാന് ഊരി ദാവീദിന് എന്ന് പറഞ്ഞാല് യോനാഥാൻ എന്താ പറയുന്നത്? സഖ്യത ചെയ്തു. ഇനി എനിക്കുള്ളതെല്ലാം നിനക്ക്, നിനക്കുള്ളതെല്ലാം എനിക്ക്. നമ്മുടെ രണ്ടുപേരുടെയും പ്രാണൻ ഒട്ടിയിരിക്കുക. എത്ര നല്ലൊരു സ്നേഹിതൻ, എത്ര നല്ലൊരു സ്നേഹിതൻ. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ജന്മവാസന എന്നതിനേക്കാളൊക്കെ വളരെ അപ്പുറമാണ്. ചിലർക്ക് ഒരു ജന്മവാസന പെട്ടെന്ന് ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. എന്നാ ചിലര് അല്പം താമസമാ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ. അവരെ ഒന്ന് തൂക്കി ഒന്ന് അളന്ന്, മനസ്സിലായില്ലേ? ചിലര് പെട്ടെന്ന് അവര് മിങ്കിൾ ചെയ്യും. അപ്പൊ അതൊരു ജന്മവാസന കൂടിയാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഒരു ആഴമേറിയ ഒരു കാര്യമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒന്നും മിണ്ടാതിരിക്കുന്നതല്ല, ഹൃദയം പകരുന്നുണ്ട്. ജീവിതത്തിന്റെ ചലഞ്ചുകളിൽ അവർ ഒരുമിച്ച് നിൽക്കും. അവര് ഫൺ ടൈംസ് മാത്രം ഷെയർ ചെയ്യല, തമാശ മാത്രം പറഞ്ഞു പൊട്ടിച്ചിരിക്കുക മാത്രമല്ല, ദുഃഖങ്ങളിലും അവരുടെ ആകുലങ്ങളും എല്ലാം തമ്മിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. നമ്മൾ ആരോട് കൂട്ടുകൂടുന്നോ അത് നമ്മളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഗുഡ് കമ്പനി കറപ്റ്റ്, ബാഡ് കമ്പനി കറപ്റ്റ്സ് എ ക്യാരക്ടർ. എന്റെ മലയാളം സദാചാരം കെട്ടുപോകുന്നു എന്നൊരു വചനം ഉണ്ടല്ലോ. അതിന്റെ ഇംഗ്ലീഷ് വായിച്ചാലോ നമുക്കെല്ലാം മനസ്സിലാകുന്നത്. ബേസിക് ഇംഗ്ലീഷേ ഉള്ളൂ. ബാഡ് കമ്പനി കറപ്റ്റ്സ് ദ ക്യാരക്ടർ. ചീത്ത കമ്പനി നമ്മുടെ ക്യാരക്ടറിനെ മോശമാക്കി കളയും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വൈസ് അഡ്വൈസ് തരും. അത്രമായിരിക്കണം ഫ്രണ്ട്ഷിപ്പ്. കറക്ഷൻ തരും, നമുക്ക് എൻകറേജ്മെന്റ് തരും, നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കും. ഭൂമിയിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഏറ്റവും നല്ലൊരു ഫ്രണ്ട് നമുക്ക് ഉയരത്തിലുണ്ടെന്നുള്ളതും ഇതിന്റെ കൂടെ മറന്നു പോകരുത്. അങ്ങനെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയായ ദാവീദിനെ നമുക്ക് 20-ാമത്തെ അധ്യായത്തിൽ, യോനാഥാനെ നമുക്ക് 20-ാമത്തെ അധ്യായത്തിൽ വീണ്ടും കാണാം. യോനാഥാന്റെ ചില സ്വഭാവങ്ങൾ 20:1-3 വരെ. ദാവീദ് രാമയിലെ നയ്യോത്തില് ഓടി യോനാഥാന്റെ അടുക്കൽ ചെന്നു. കണ്ടോ, ദാവീദിന്റെ ഹൃദയത്തിനകത്ത് എന്തോ ഒരു ആവലാതി കയറി.
ദാവീദ് കൊച്ചു പയ്യനാ, ഒരു ആവലാതി കയറി. ശൗല് തന്റെ കൂട്ടത്തിൽ പാർപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെങ്കില് എന്തോ ഒരു ദുഃഖം ദാവീദിന്റെ ഉള്ളിലുണ്ടായപ്പോ ദാവീദ് ഓടിപ്പോയത് എവിടേക്കാ? തന്റെ അപ്പനായ ഇശായിയുടെ അടുത്തേക്കല്ല പോയത്. പിന്നെയോ തന്റെ ഹൃദയത്തോട് ഒട്ടി നിന്ന യോനാഥാന്റെ അടുക്കൽ ഓടിച്ചെന്ന് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് കുറ്റം ചെയ്തു? നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കേണ്ടതിന് അവനോട് ഞാൻ ചെയ്ത പാപം എന്താ? അപ്പോൾ യോനാഥാൻ പറഞ്ഞു, യോ അങ്ങനെ ഭവിക്കരുതേ, നീ മരിക്കില്ല. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും യോനാഥാന് കഴിയുന്നില്ല. എന്റെ മനസ്സിനോട് ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ദാവീദിന് വല്ലതും പറ്റുന്നെന്ന് കേൾക്കാൻ പോലും, മരണമെന്നുള്ള വാക്ക് കേൾക്കാൻ പോലും അറയ്ക്കുന്നു ആര്? യോനാഥാൻ. എന്റെ അപ്പൻ എന്നെ അറിയാതെ വലുതോ ചെറുതോ ഒന്നും ചെയ്യത്തില്ല ദാവീദേ. പിന്നെ ഈ കാര്യം എന്തായിരിക്കും? എന്റെ അപ്പൻ എന്നോട് മറയ്ക്കാനുള്ള സംഗതി എന്താ? 2-ാം വാക്യത്തില് അങ്ങനെ ആകെയില്ല, ആകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുക. നോക്കണം, ഇതിൽ നല്ല നമുക്ക് അവരുടെ ഹൃദയം മനസ്സിലാകുന്നു, അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ്. ദാവീദ് പിന്നെ അവനോട് ദാവീദ് പറഞ്ഞു, എന്നോട് നിനക്ക് പ്രിയമാകുന്നു എന്ന് നിന്റെ അപ്പന് നല്ലവണ്ണം അറിയാൽ യോനാഥാൻ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനത് ഗ്രഹിക്കരുതെന്ന് ഒരുപക്ഷെ അപ്പൻ വിചാരിക്കായിരിക്കും. നമ്മൾ തമ്മിൽ ഗുഡ് ഫ്രണ്ട്സ്, അപ്പോൾ എന്നെ കൊല്ലും എന്നുള്ള ചിന്ത നിന്നെ ഒരുപക്ഷെ ദുഃഖിപ്പിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം നിന്നോട് പറയാത്തത്. നോക്കണം, പരസ്പരം അവര് ആശ്വസിക്കുക. എന്നാല് യഹോവയാണ്, നിന്നാണ് എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ. ദാവീദിന് മനസ്സിലായി, അതെ ഒരു കാര്യം എനിക്കറിയാം, എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും നിന്റെ അപ്പന്റെ വാള് എന്റെ കഴുത്തിൽ വരും. അപ്പോൾ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം എന്താ? നീ പറ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്തു തരാൻ കഴിയും? 20-ാമത്തെ അധ്യായം താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അവിടെ മനസ്സിലാകും. ചില വാക്യങ്ങൾ മാത്രം വായിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. അവരവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അവര് ഗാർഡ് ചെയ്യുന്നതായിരുന്നു. അവരവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അവര് പ്രൊട്ടക്ട് ചെയ്തു. ഒന്നും അതിനിടയ്ക്ക് വരാനായിട്ട് അവര് സമ്മതിച്ചില്ല. 19:1-2 ഇങ്ങനെ വായിക്കുന്നത്, അനന്തരം ശൗല് തന്റെ മകനായ യോനാഥാനോട്, അപ്പൻ മകനോട് പറയാ, സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചു. യോനാഥാനോട് പറയാ ദാവീദിനെ കൊല്ലണം, ഭൃത്യന്മാരോട് പറയുന്നു ദാവീദിനെ കൊല്ലണം. അപ്പൻ പറയുക. എങ്കിലും ശൗലിന്റെ മകനായ യോനാഥാന് ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എന്റെ അപ്പനായ ശൗല് നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, ആകയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗൂഢമായിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചു പാർക്ക. ഹി വാസ് ഗാർഡിങ് ദർ ഫ്രണ്ട്ഷിപ്പ്, ഹി വാസ് ഗാർഡിങ് ഹിസ് ഫ്രണ്ട്. ആ ഫ്രണ്ടിനെ ഗാർഡ് ചെയ്യുന്ന ഒരു യോനാഥാനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്ത് സഹായം ചെയ്തു കൊടുക്കാന് ഒരുക്കമുള്ള ഒരു ദാവീദ്, തന്നെയല്ല ഒരുക്കമുള്ളൊരു യോനാഥാൻ. ഈ യോനാഥാൻ തന്നെയല്ല, അപ്പൊ നോക്കണം, യോനാഥാന് തന്റെ ഫ്രണ്ട്ഷിപ്പിനെ ഗാർഡ് ചെയ്യുന്നു, ഫ്രണ്ടിനെ ഗാർഡ് ചെയ്യുന്നു. തന്നെയല്ല, ഈ അപ്പനും കൂട്ടുകാരനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മിഡിൽമാനായിട്ടാണ് യോനാഥാനെ നമുക്കിവിടെ കാണുന്നത്. അതേ അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, അങ്ങനെ യോനാഥാൻ തന്റെ അപ്പനായ ശൗലിനോട് ദാവീദിനെ കുറിച്ച് ഗുണമായിട്ട് സംസാരിച്ചു. രാജാവ് തന്റെ ഭൃത്യനായ ദാവീദിനോട് ദോഷം ചെയ്യരുതേ, അവൻ നിന്നോടൊരു ദോഷവും ചെയ്തിട്ടില്ല, അവന്റെ പ്രവൃത്തികൾ നിനക്ക് ഏറ്റവും ഗുണകരമായിരുന്നതേ ഉള്ളൂ. നിനക്ക് കൊന്നു തീർക്കാൻ കഴിയാത്ത ആ ഫെലിസ്ത്യന്റെ തലയും പിടിച്ച് അവന്റെ കഴുത്തും വെട്ടി നിന്റെ മുമ്പിൽ വന്ന് നിനക്ക് നിന്റെ രാത്രിയിലെ ഉറക്കം കെടുത്തിയിരുന്ന ആ ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്ത് ജയിച്ച് ദാവീദിനോട് നീ ദോഷം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞ് ദാവീദിനെ കുറിച്ച് ഗുണകരമായിട്ട് സംസാരിച്ച ഒരു യോനാഥാൻ, ദാവീദിനെ കുറിച്ച് ഗുണകരമായിട്ട് സംസാരിക്കുന്ന യോനാഥാൻ. ഇന്ന് ദാവീദ് പുത്രനെ കുറിച്ച് ചിലരോട് നമുക്ക് ഗുണമായിട്ടൊന്ന് സംസാരിക്കാം. ക്യാൻ വി ബി എ മിഡിൽ മാൻ? നമുക്കൊരു മധ്യസ്ഥരായിട്ട് നമുക്ക് നിൽക്കാം. നമ്മുടെ കർത്താവിനെ കുറിച്ച്, ആ കർത്താവിന്റെ ഗുണങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരാൻ, ആ വിടവിനെ ഒന്ന് അകറ്റാൻ, കൊല്ലണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തെ മാറ്റിമറിക്കാനായിട്ട് യോനാഥാൻ ഇവിടെ ശ്രമിക്കുക. ഗുണമായിട്ട് സംസാരിച്ചു, ഏറെ നല്ലതായിട്ട് സംസാരിച്ചു. ആ ഗുണമായിട്ട് സംസാരിച്ചു എന്നുള്ളത് തിരുവചനത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത് തോറ പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 1:4 ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചം നല്ലത് എന്ന് കണ്ടു. ടോപ്പ് എന്നുള്ള എബ്രായ പദം, അതേ പദം ഇവിടെ ഉപയോഗിച്ചിരുന്നത്. വെളിച്ചം നല്ലത് എന്ന് കണ്ടു. ദൈവം സൃഷ്ടിച്ചതിനെ എല്ലാം ഗുണമായിട്ട് ദൈവം കണ്ടു.
കർത്താവ് യേശു ക്രിസ്തു അന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും അവനെ പുകഴ്ത്തി ഗുണമായിട്ട് കണ്ടു. അവിടെയും അതേ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും അവനെ നല്ലതായിട്ട്, നല്ലവനായിട്ട്, ആയിട്ട് കണ്ടു. അവരവരുടെ ലാവണ്യ വചനങ്ങൾ കേട്ട് നിമിത്തം ആശ്ചര്യപ്പെട്ടു. എന്താ നമുക്കിവിടെ പഠിക്കാനുള്ളത്? നമുക്കിങ്ങനെ ഒരു മിഡിൽമാനായിട്ട് ഈ യോനാഥാനെ പോലെ നിൽക്കാൻ കഴിയുമോ? ക്രിസ്തുവുമായിട്ട് ശത്രുത്വത്തിൽ നിൽക്കുന്നവരെ, ക്രിസ്തുവിന്റെ വഴികളെ കൊന്നുമുടിക്കുമെന്ന് പറഞ്ഞവരെ, ക്രിസ്തുവിന്റെ വഴികളെ നിന്ദിക്കുന്നവരെ ഇടയ്ക്ക് ചെന്നിട്ട് ഒന്ന് ഗുണമായിട്ട് ദാവീദിനെ കുറിച്ച്, ദാവീദ് പുത്രനെ കുറിച്ച്, ദാവീദിനെ കുറിച്ച് യോനാഥാൻ ഗുണമായിട്ട് സംസാരിച്ചതുപോലെ ദാവീദ് പുത്രനെ കുറിച്ച് ഗുണമായിട്ട് ആ ദാവീദ് പുത്രനെ ഒന്ന് അവൻ ആരെന്ന് ഒന്ന് പകർന്നു കൊടുക്കാനായിട്ട് ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഈ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യരിൽ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ നമ്മളെ ക്രിസ്തു മൂലം നമ്മളോട് നിരപ്പിച്ചു. ക്രിസ്തു നമ്മളെ പിതാവിനോട് നിരപ്പിച്ചു. ഒരിക്കൽ ഞാൻ ശത്രുക്കളായിരുന്നു, പിതാവിനോട് ശത്രുതയായിരുന്നു. എന്നാൽ ക്രിസ്തു മിഡിൽമാനായിട്ട് വന്നിട്ട് ഒരു നിരപ്പ് എനിക്ക് തന്നതുകൊണ്ട് ആ നിരപ്പിന്റെ ശുശ്രൂഷ പൗലോസ് പറയുന്നത് എനിക്കുണ്ടെന്ന്. പൗലോസ് അവകാശം പറയാ, ആ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നിരപ്പിന്റെ ശുശ്രൂഷ യോനാഥാന് ലഭിച്ചു. ആ നിരപ്പിന്റെ ശുശ്രൂഷ യോനാഥാൻ ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തർക്കും ആ നിരപ്പിന്റെ ശുശ്രൂഷ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരാളുടെ ബലഹീനതയിൽ ആളുടെ കൂടെ നിൽക്കുമ്പോൾ, ക്ഷമയോടെ ഒരാളെ നമ്മൾ വഹിക്കുമ്പോൾ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാ. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ, വചനം പറയുമ്പോൾ, വചനം പഠിപ്പിക്കുമ്പോൾ, അതിന്റെ പൊരുളുകൾ തിരിക്കുമ്പോൾ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാ. അപ്പോൾ അകത്തവരുടെ ഹൃദയങ്ങൾ തുറക്കുക. ഒരു ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ദൈവം ഹൃദയം തുറക്കുമ്പോൾ പിതാവുമായിട്ടുള്ളൊരു നിരപ്പ് അവിടെ കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ അത് യോനാഥാനെ കുറിച്ച് നമ്മൾ പറയുന്നു. ദാവീദിന്റെ ട്രബിളിന്റെ ടൈമില്, അവന്റെ ഏറ്റവും ഭയാനകമായ സമയത്ത് ദാവീദിന്റെ അടുത്ത് ചെന്നിട്ട് യോനാഥാൻ പറയുന്നുണ്ട്, നീ 23:16 ഇങ്ങനെയാ വായിക്കുന്നത്, ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. നോക്കണം, ഒരു കൂട്ടുകാരന്റെ അടുക്കൽ ചെല്ലാൻ യോനാഥാൻ കാട് വരെ ചെന്നു. കൊട്ടാരത്തിൽ ഇരിക്കുന്നവൻ കാട്ടിൽ ചെന്നു. ഇവിടെ വാ ദാവീദേ എന്ന് വിളിച്ചാ പോരായിരുന്നോ? അല്ല, അവന് പുറപ്പെട്ടു. അവൻ ഇരുന്ന കംഫർട്ടബിൾ സോണിൽ നിന്ന് അവൻ പുറപ്പെട്ടു എന്നിട്ട് ആ കൂട്ടുകാരന് വേണ്ടിയിട്ട്, ആ ദാവീദിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് ദൂരെ നിന്നിട്ട് ഒരു മെസ്സഞ്ചർ വഴി കൊടുത്തുവിടുകയല്ലായിരുന്നു, അവന്റെ അടുക്കൽ ചെന്നു. ശ്രദ്ധിച്ചു വായിക്കണമേ ആ ഓരോ വാക്യവും. ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ടു, അവൻ കാട്ടിൽ ചെന്നു, അവൻ ദാവീദിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവനെ എന്ത് ചെയ്തു? ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ദാവീദിനെ ധൈര്യപ്പെടുത്തി പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇങ്ങനെ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന നല്ലൊരു കൂട്ടുകാരൻ നമുക്ക് സ്വർഗത്തിലുണ്ട് കേട്ടോ. യോനാഥാനെ കുറിച്ച് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസമുള്ളവനായിരുന്നു. അവനൊരു വീര പരാക്രമിയായിരുന്നു. ഹി വാസ് എ മൈറ്റി വാലർ. അവന്റെ ഒരുപാട് ലിമിറ്റേഷൻസിനകത്താണ് ഈ യോനാഥാൻ നിൽക്കുന്നത്. നമ്മള് അവിടെ വായിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതം തോന്നി എനിക്കത് വായിച്ചാല്. ഇവർക്ക് വേണ്ടത്ര ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ഫെലിസ്ത്യരുടെ അടുത്ത് പോകണം. ഫെലിസ്ത്യർ അവിടെ അവരുടെ ബൗണ്ടറി അടച്ചു കഴിഞ്ഞു പിന്നെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അവിടെ 13:22 ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല. യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. നോക്കണേ, വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിന് പിന്നെ എങ്ങനെ യുദ്ധം ചെയ്തത്? 20-ാം വാക്യത്തിൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എബ്രായർ വാളോ കുന്തമോ ഒന്നും തീർപ്പിക്കരുതെന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. അപ്പോൾ ഇവരുടെ കയ്യിൽ വാളും കുന്തവും ഒന്നും ഇല്ല. ലിമിറ്റേഷനകത്ത് നിൽക്കുന്ന ഒരു യോനാഥാന് വീരപരാക്രമിയായിരുന്നു. ലിമിറ്റേഷനകത്ത് നിൽക്കുന്ന ആയുധങ്ങളില്ലാത്ത യോനാഥാന് എന്താ സൈന്യത്തിന്റെ മുമ്പില് നിന്ന് പടവെട്ടി എന്ന് കാണാനായിട്ട് സാധിക്കുന്നു.
യോനാഥാൻ യോനാഥാൻ ലിമിറ്റേഷനകത്ത് നിന്നിട്ട് തന്റെ കൂടെയുള്ളവരോട് പറയുന്നുണ്ട് 14:6 വരിക, നമുക്ക് അഗ്രകർമ്മികളുടെ പട്ടാളത്തിലേക്ക് ചെല്ലാം, യഹോവ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അവിടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളുടെ മൂർച്ചയോ വലുപ്പമോ അതിന്റെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയോ ഒന്നും ആയിരുന്നില്ല. യോനാഥാന്റെ ബലം എന്താണ്? യഹോവ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. യോനാഥാന്റെ അടുത്തൊരു ഗുണം നമുക്ക് കാണാം. അവൻ നല്ല സ്നേഹിതനായിരുന്നു, അവൻ നല്ല സഹോദരനായിരുന്നു, ദാവീദിനോട് ഹൃദയം പറ്റി നിന്നിരുന്നു, അവന് സത്യത്തെ റിലേഷൻഷിപ്പിനേക്കാൾ മുകളിൽ അവൻ വെച്ചിരുന്നു. പിന്നെ കണ്ട് സത്യമായത് അവൻ വിശ്വസിച്ചു. എന്നാൽ അവൻ ഇവിടെ പറയുന്നു, യഹോവ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ. ദൈവത്തിന് വലിയ വലിയ കാര്യങ്ങൾ ഒത്തിരി അടുക്കിക്കൂട്ടി വെച്ചിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ അല്പം കൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നു. കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു യോനാഥാൻ തന്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിച്ചാൽ അവരോട് പറയുന്നു, നമുക്ക് ഇങ്ങനെ കയറി ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയാം, നമ്മൾ അങ്ങോട്ട് ചെല്ലെന്ന് പറയുകയായിരിക്കും, ചിലപ്പോൾ അവരിങ്ങോട്ട് വരികയായിരിക്കാം. ഇതെല്ലാം യോനാഥാന്റെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയാസ് എല്ലാം കൂടെയുള്ളവരോട് പറഞ്ഞ് ഷെയർ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്ക്, അത് ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഉള്ളിലുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറേണ്ട വിധങ്ങൾ എങ്ങനെയാണെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഒരു സൈന്യമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു ആത്മീയ ജീവിതത്തെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. യോനാഥാൻ വിശ്വസിച്ചു, ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ്. ദൈവത്തെ ആർക്കും ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഒരു പക്ഷേ ലിമിറ്റ് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിലെ ആയുധമൊക്കെ അവരെടുത്തോണ്ട് പോയേക്കാം, അവിടെ ചെന്ന് അതിന് മൂർച്ച കൂട്ടാൻ അവരതിനവിടെ ബൗണ്ടറി കെട്ടിയേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിനൊന്നും പ്രയാസമല്ല. അവൻ അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കും. ഒറ്റ കാര്യം ചെയ്യാൻ യോനാഥാൻ തീരുമാനിച്ചു, ദൈവം എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അവിടേക്ക് ഞാൻ മൂവ് ചെയ്യും. ഐ ആം റെഡി ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു യോനാഥാൻ. ഇനി യോനാഥാൻ അപ്പനോടുണ്ടായിരുന്ന പ്രതികരണം നമ്മൾ മുമ്പേ കണ്ടു. യോനാഥാൻ അപ്പനോട് മറുത്തൊന്നും അവിടെ പറയുന്ന കാണുന്നില്ല. പക്ഷെങ്കില് അപ്പനോടുണ്ടായിരുന്ന യോനാഥാന്റെ ഹൃദയത്തിലെ ആ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം പിതാവിനോട് താന് വിശ്വസ്തത പുലർത്തിയിരുന്നു. 19-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എങ്ങനെ നമുക്ക് യോനാഥാനെ അപ്പനെയും കൂടെ ഉള്ള ആ ഒരു ബന്ധം കാണാൻ സാധിക്കും. പിതാവിനോടുള്ള വിശ്വസ്തത യോനാഥാൻ പുലർത്തി. പിതാവിനെ എങ്ങും കൊണ്ടുപോയി ശത്രുക്കളുടെ മുമ്പിൽ ഒറ്റിക്കൊടുക്കുന്നത് കണ്ടില്ല. ഞാൻ സത്യത്തെ റിലേഷൻഷിപ്പിന്റെ മുകളിൽ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തമായവർക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം യോനാഥാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ യോനാഥാൻ ഇതിനിടയ്ക്ക് നിൽക്കുക. പിതാവിനോടുള്ള വിശ്വസ്തതയും ബഹുമാനവും വേണം, സുഹൃത്തിനോടുള്ള വിശ്വസ്തതയും വേണം. ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു യോനാഥാന് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. യോനാഥാന് ഒരു കൊച്ചു പയ്യനായിരിക്കുമെന്ന് ഓർത്ത് നോക്കിക്കേ, എങ്ങനെയുള്ളൊരു പിതാവായിരുന്നായിരിക്കാം ഈ ശൗലിൽ നിന്ന് എന്തൊക്കെ യോനാഥാന് പിന്നീട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീടുള്ള കാലത്ത് നമുക്കറിയാം, ശൗൽ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്ട് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തീർന്നു, ഇല്ലേ? ഒരു ആദരവ് നഷ്ടപ്പെട്ട, ബഹുമാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ശൗല് തീർന്നു. പിതാവിനെ നോക്കി മാതൃകയാക്കാൻ യോനാഥാൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ശൗലിനെ സംബന്ധിച്ച് സ്വാർത്ഥനും ഒരു മൂടി സ്വഭാവമുള്ളവനും, ആർക്കും പോയി നേരെ സംസാരിക്കാൻ കഴിയത്തില്ല, തന്നിഷ്ടക്കാരനും സ്ഥിരതയില്ലാത്തവനും, അങ്ങനെ പലതരത്തില് ഭൂതം ബാധിച്ച ഒരാളായിട്ടും ഒക്കെയുള്ള ഒരാളായിരുന്നു. ഇങ്ങനെ ഒരു ആഴമായ ഒരു ദൈവിക ബന്ധം ഒരുപക്ഷെ യോനാഥാൻ അധികമായിട്ട് ശൗലിൽ കാണാൻ സാധിച്ചില്ല. അതിന്റെ കൂടെ എപ്പോഴും സംശയാലുവോ, ആരെ കണ്ടാലും സംശയമാ, ദാവീദിനെ കണ്ടാൽ സംശയമാ. കാര്യം എന്താ? ഹൃദയം ദൈവത്തോട് നേരെ അല്ലെങ്കിൽ പിന്നെ എല്ലാം സംശയ. എന്നാല് നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ള 5-ാമത്തെ കൽപ്പന തികച്ചും അനുസരിച്ചവനായിരുന്നു ഈ യോനാഥാൻ എന്നുള്ളത് യോനാഥാന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സത്യമല്ലാത്തതിനോട് ചേർന്ന് നിന്നില്ല എങ്കിൽ പോലും അതെ തന്റെ അപ്പനെയും അമ്മയും അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് യോനാഥാൻ നിന്നിരുന്നു. അടുത്തൊരു കാര്യം, യോനാഥാൻ he was willing to take the second place lower than ആ താണ അവസ്ഥയിലേക്ക് യോനാഥാൻ ഇറങ്ങിപ്പോകാൻ യോനാഥാന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതിന്റെ അടുത്ത അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ്? തന്റെ രാജകീയ പദവി
ദാവീദിന് വിട്ടുകൊടുക്കാൻ യോനാഥാന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ അങ്ങനെ ഓർത്ത് നോക്കിയാൽ യോനാഥാന് എന്തായിരുന്നു സന്തോഷിക്കാനുണ്ടായിരുന്നത്? അപ്പൻ രാജാവായിട്ട് മകൻ അതിന്റെ ഒരു സന്തോഷമോ അതിന്റെ സ്ഥാനമോ അനുഭവിക്കാൻ കഴിയാത്ത നിർഭാഗ്യവാനായ ഒരു യോനാഥാൻ. ഇന്ന് അങ്ങനെ ലോകം അതിന് മാർക്കിട്ടേനെ. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളൊക്കെ വരുമ്പോഴേ നമ്മള് വളർന്ന സാഹചര്യങ്ങളും മാതാപിതാക്കളൊക്കെ നമ്മള് ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തിയെന്നിരിക്കാം. എന്നാൽ അപ്രകാരമുള്ള സാഹചര്യങ്ങളൊക്കെ മറികടന്ന് എഴുന്നേൽക്കാൻ കഴിയും. ഞാനായിട്ടൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയും. നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കണം. നമ്മൾ എന്തിനാ നമ്മുടെ സാഹചര്യങ്ങളെ പഴി പറയുന്നു? അവർക്കുണ്ടായിരുന്ന അറിവിൽ വെച്ച് നമ്മളെ വളർത്തി, നമുക്കുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വളർന്നു. ചിലർക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് നല്ലതായിട്ട് അവർക്ക് മോൾഡ് ചെയ്യപ്പെടാൻ ഇടയായിട്ടുണ്ടായിരിക്കാം. അത് നല്ലത് തന്നെ. പക്ഷെ അതൊന്നും ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ, എത്രയോ വ്യക്തി ജീവിതങ്ങളുണ്ട്. അവരതും പഴി പറഞ്ഞൊരു കുറ്റപ്പെടുത്തൽ ഗെയിമിനകത്തങ്ങ് എൻഗേജ്ഡ് ആയി ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന എത്രയോ പേരെ ഞാൻ എന്റെ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് വൈ കാന്റ് യു മേക്ക് എ ഡിഫറൻസ്? യു റൈസ് അപ്പ് ഫ്രം യുവർ സിറ്റുവേഷൻ. നീ നിന്റെ ഇതിനകത്തൊന്ന് നീ ഒന്ന് എഴുന്നേക്കാദ്യം. പിന്നെ അവരങ്ങനായിരുന്നു, അവരിങ്ങനായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനൊരു ജീവിതം ആരുടെയെങ്കിലും ജീവിതത്തിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളഞ്ഞിട്ട്, അതൊക്കെ ഊരിക്കളഞ്ഞിട്ട് സടകുടഞ്ഞ് ഇന്ന് എഴുന്നേൽക്കണം. ഈ യോനാഥാനെ പോലെ. മിക്ക പ്രശ്നങ്ങൾക്കും പിതാവിനെ കുറ്റപ്പെടുത്താൻ യോനാഥാൻ ഏറെ അവകാശം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നില്ലേ? തന്നിഷ്ടക്കാരനാണെന്നൊക്കെ യോനാഥാന് പറയാമായിരുന്നു. പക്ഷെ യോനാഥാൻ അവിടെയൊക്കെ മൗനമാ. ശൗൽ ഒരുപക്ഷെ ദൈവത്തോട് അനുസരണമോ വിശ്വസ്തനായിട്ടൊക്കെ തുടർന്നു പോന്നിരുന്നെങ്കിൽ യോനാഥാൻ ആ രാജസ്ഥാനത്തും ഇരിക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഈ കുറ്റപ്പെടുത്തൽ ഗെയിമിൽ നിന്ന് വെറുതെ സമയം ജീവിതവും പാഴാക്കാനായിട്ട് യോനാഥാൻ ഒട്ടും തയ്യാറായില്ല. തന്റെ ജീവിതത്തിന്റെ വിലയെക്കുറിച്ച്, മൂല്യത്തെക്കുറിച്ച് യോനാഥാൻ മനസ്സിലാക്കി. നീരസപ്പെട്ട് സമയം കളയുന്നതിന് പകരം ദൈവത്തിന് എന്നെ വ്യക്തമായിട്ടറിയാം. ദൈവത്തിൽ താൻ വിശ്വാസം അർപ്പിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. തനിക്കുള്ളതിനെ, തനിക്ക് കുന്തോ മൺവെട്ടിയോ അല്ല ഒരു കോടാലിയോ ഒരു കമ്പോ ഉള്ളെങ്കിലും അതുകൊണ്ടാണെങ്കിലും യുദ്ധത്തിന് പോകാനായിട്ട് ഒരുങ്ങിയ ഒരു യോനാഥാനെ കാണാൻ സാധിക്കുന്നു. അടുത്ത രാജാവാകാൻ ദൈവം എന്നെയല്ല പിന്നെയോ ദാവീദിനെയാണ് തിരഞ്ഞെടുത്തതെന്നുള്ള അത് മനസ്സിലായപ്പോഴ് യോനാഥാന് ഒരു ദുഃഖം ഇവിടെ തോന്നിയില്ല. കാരണം എന്താണെന്നറിയാമോ? അതിനേക്കാളൊക്കെ ആ നഷ്ടങ്ങളെക്കാളും യോനാഥാൻ വലിയൊരിതായിട്ട് എണ്ണിയത് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയത്വമായിരുന്നു. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മുടെ ഒന്നും ജീവിതത്തിൽ അതൊന്നും എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെങ്കിൽ ഇവിടെ യോനാഥാൻ എന്ന് പറയുന്ന വ്യക്തിത്വം നമുക്ക് അതിശയിക്കത്തക്ക ഒരു വ്യക്തിത്വം. അപ്പോൾ ആ യോനാഥാന് പറയുന്നുണ്ട്, ദാവീദിനോട് പറയാ 23 എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടത്തില്ല, നീ ഇസ്രായേലിന്റെ രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനായിരിക്കും, അന്ന് എന്റെ അപ്പനായ ശൗലിനും അറിയാം. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. അന്നവർ യഹോവയുടെ സന്നിധിയിൽ ഇതിന് മുമ്പൊന്ന് ഉടമ്പടി ചെയ്തു. 23-ാമത്തെ അധ്യായത്തില് വീണ്ടും അതെ ഞാൻ നിനക്ക് താഴെയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് യോനാഥാന് ദാവീദിനോട് ഉടമ്പടി ചെയ്യുന്നു. ആ യോനാഥാന്റെ ക്യാരക്ടർ ഒന്ന് ഓർത്ത് നോക്കിയേ. യോനാഥാന്റെ പ്രതികരണം തന്റെ അപ്പനായ ശൗലിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മൾ ദൈവത്തിന്റെ വകയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇത്തരം വിമർശനങ്ങളും നമ്മളെ ഇരിക്കുന്ന കസരയിൽ നമ്മളെ ആരെങ്കിലും തള്ളിയിട്ടാലും നമ്മൾ തിരിച്ചറിയണം, ഞാൻ ദൈവത്തിന്റെ വകയാണെന്ന്. അത് നമ്മളെ ദുഃഖിപ്പിക്കാൻ ഇടയാകത്തില്ല. അത് നമ്മളെ അപ്സെറ്റ് ആക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ നമ്മുടെ ഹൃദയത്തിന് കഴിയത്തില്ല. കാരണം ദൈവമായിട്ട് എനിക്കൊരു ബന്ധമുള്ളത്. അവന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിലൊന്നും യോനാഥാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ദൈവത്തോട് അവനൊരു അനുഭവം ഉണ്ടായിരുന്നു. ക്രിസ്തുയേശുവിൽ നിനക്കൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നമുക്കേവർക്കും ക്രിസ്തുയേശുവിൽ ഒരു അനുഭവം ഉണ്ടാകണം, ഒരു അനുഭവം നമുക്കുണ്ടാകണം. അതുകൊണ്ട് കഷ്ടമോ നഷ്ടമോ സങ്കടമോ പട്ടിണിയോ ഉയർച്ചയോ താഴ്ചയോ ഒന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റത്തില്ല. ആ അനുഭവം ഉള്ളവനെ അത് ജീവിതത്തിൽ ഇത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. എങ്കിൽ അനുഭവം ഉള്ളവന് മാത്രമേ ഇങ്ങനൊരു വേർപാട് ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ദുഃഖം വരുന്ന ഉടനെ ഇനിയും കുറച്ചാൾ ഒന്നും വേണ്ടണ്ട എന്ന് പറഞ്ഞ് ദൈവത്തോട് മത്സരിച്ച് പിണങ്ങിയിരിക്കും. He took the second lower place.
ആ യോനാഥാന്റെ ആ ഒരു ഹൃദയം നമുക്ക് ഏറെ അനുകാര്യമായിട്ടുള്ളൊരു ഹൃദയമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കും, പിന്നെ ഈ ലോകത്തിൽ വെച്ച് തന്നെ നന്മ ചെയ്യുന്നവനെല്ലാം നന്മ കിട്ടും, തിന്മ ചെയ്യുന്നവനെല്ലാം അത് കിട്ടും. പക്ഷെ ഇതിനൊക്കെ വിപരീതമായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ? നന്മ മാത്രം ചെയ്ത് ഭക്തനായിട്ട് ജീവിച്ചു പോയ എത്രയോ പേരുടെ ട്രാജഡി ആയിട്ടുള്ള എന്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂസ് ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ, ആ വ്യക്തി എന്ത് പാപം ചെയ്തിട്ടാ ഇങ്ങനെ വന്നത്, എന്തേലും കാണും, അങ്ങനെ നമ്മൾ പറയില്ലേ? അങ്ങനെ നമ്മളൊരു ജഡ്ജ്മെന്റ് അങ്ങ് പാസ്സാക്കും. പക്ഷെങ്കില് ഇവിടെ ഓർത്തു നോക്കിയ യോനാഥാന്റെ ജീവിതത്തില് എന്ത് കുറ്റം ചെയ്തിട്ട്, എന്ത് പാപം ചെയ്തിട്ട്, നമ്മൾ 1 സാമുവേൽ 31 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ശൗലും നീതിമാനായ മകൻ യോനാഥാനും ഒരുപോലെ ശത്രുക്കളുടെ കയ്യാലെ പട്ടുപോയി. നീതിയില്ലാത്ത ശൗലും നീതിമാനായ യോനാഥാനും ഒരുപോലെ ശത്രുക്കളുടെ കയ്യാലെ പട്ടുപോയി എന്ന് 31-ാം അധ്യായത്തിൽ വായിക്കും. ഞാൻ എന്റെ വിശദാംശത്തിലേക്ക് കടന്നു വരുന്നില്ല. ഒരുപോലെ അവരും മരിച്ചു. ദാവീദും ശൗലിനും ഇടയില് സമാധാനം സ്ഥാപിക്കാനായിട്ട് യോനാഥാൻ ഒരുപാട് പരമാവധി ശ്രമിച്ചു. യോനാഥാൻ ഒരിക്കലും തന്റെ പദവി നിമിത്തം അവനൊരു അഹങ്കാരിയായിരുന്നില്ല. രാജസിംഹാസനത്തിൽ തന്റെ അവകാശമൊക്കെ ഉപേക്ഷിച്ചു. താനൊരു രാജാവാകാൻ പോകുന്നത് പോലെ ഉള്ളൊരു സന്തോഷമായിരുന്നു ദാവീദ് രാജാവാകാൻ പോകുന്നത്. ഒരുവന്റെ ഉയർച്ചയിൽ നമുക്ക് എത്ര സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും, ഞാൻ എന്നെ കൂടി ചേർത്താ പറയുന്നത്, എനിക്ക് ലഭിക്കാത്തതൊന്നും വേറൊരാൾക്ക് ലഭിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയണം. യോനാഥാന് ലഭിക്കാത്ത ഒരു സിംഹാസനം ദാവീദിന് ലഭിക്കാൻ പോകുന്നത് ഓർത്ത് സന്തോഷിച്ചവൻ, അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചവൻ, അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച ഒരു നല്ല മകൻ ആയ യോനാഥാനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സൈന്യത്തോട് ജയിച്ചവൻ, പലരെ കൊന്ന്, വിശ്വാസത്താൽ പലരെ കൊന്നവന് ഇന്ന് 31-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഫെലിസ്ത്യർ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. ഫെലിസ്ത്യർ ശൗലിന്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മെൽക്കീശൂവ എന്നിവരെ കൊന്നു. 31-ന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു. അവിടെ യോനാഥാൻ പട്ടുപോകുന്നു ശൗലിനോട് ചേർന്ന്. ഇങ്ങനെ ശൗലും, അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ശൗലും അവന്റെ 3 പുത്രന്മാരും ആയുധവാഹകന്മാരും അവന്റെ ആളുകളൊക്കെയും ഒന്നിച്ച് മരിച്ചു. നോക്കണം യോനാഥാന്റെ അന്ത്യം എന്തായിരുന്നു. ഇന്ന് യോനാഥാന്റെ അന്ത്യം കണ്ടിട്ട് യോനാഥാനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് വിലയിരുത്താൻ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് കഴിവുണ്ട്? ഒരിക്കലുമില്ല. പക്ഷെങ്കില് ദൈവം യോനാഥാനെ കാണുന്നത് വേറൊരു തരത്തിലാണ്. ജോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ. ജോസഫ് അപ്പന്റെ പ്രിയപുത്രനായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ജോസഫിന്റെ ജീവിതത്തിൽ. ജോസഫ് സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്തു. പക്ഷെ ജോസഫ് ചെന്നുപെട്ടത് കാരാഗൃഹത്തില്, പൊത്തിഫറിന്റെ വീട്ടിലും, ജോസഫ് ചെന്നുപെട്ടത് ഈജിപ്തിലും ജാതികളുടെ ഇടയിലും. യോബിന്റെ ജീവിതത്തില് അവൻ നീതിമാനായിരുന്നു, യഹോഭക്തനായിരുന്നു, ദൈവഹിതപ്രകാരം നടന്നവനായിരുന്നു. യോബിന് വന്ന കഷ്ടത ഇന്ന് പലതും നമ്മൾ ഇങ്ങനെ കാണുന്നു. ഇന്ന് പലരെയും നമ്മുടെ ചുറ്റുപാടുകൾ കാണുമ്പോൾ നമ്മൾ അവരൊക്കെ മാർക്കിടാൻ ഏറെ മിടുക്കല. നമ്മുടെയൊക്കെ ജീവിതത്തില് ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ സ്വയം ഇരുന്ന് മാർക്കിട്ട് ജീവിതം കളയരുത്. ഞാനും നിങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ദൈവം കരുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. കൊക്കിന് ശ്വാസമുള്ളിടത്തോളം അവനിൽ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുക. എന്ത് വന്നാലും, ജീവനോ മരണമോ കഷ്ടമോ നഷ്ടമോ, അവന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാതിരിക്കട്ടെ. പുതിയ നിയമത്തിലേക്ക് വന്നാല്, യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലേക്ക് വന്നാല്, യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ സക്കറിയ പുരോഹിതനായിരുന്നു. അദ്ദേഹം മഹാപുരോഹിതനായിരുന്നു. ആ സമയത്തെ സക്കറിയാവ് മഹാപുരോഹിതനായിരുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് യാഗം കഴിക്കാൻ, പ്രാർത്ഥിക്കാനായിട്ട് ദൈവാലയത്തിനകത്തേക്ക് കടന്നുപോയ ഒരു പുരോഹിതനായിരുന്നു. പക്ഷെങ്കിൽ യോഹന്നാൻ സ്നാപകൻ എവിടെയായിരുന്നു? അവന് മരുഭൂമിയില് അലഞ്ഞു നടന്ന ഒരു യോഹന്നാൻ. അപ്പന്റെ അടുത്ത പുരോഹിതനാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകന്റെ അവസാനം എന്തായിരുന്നു? തലവെട്ടി പാത്രത്തിൽ വെച്ചു. അതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ അവസാനം. എന്താ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ സംഭവിച്ചത്?
അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കി നമ്മൾ മാർക്കിടരുത്. യോനാഥാന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കിയേ. പക്ഷെങ്കില് യോനാഥാന്റെ ഹൃദയം ഒരു ദാവീദിനോട് പറ്റിയിരുന്നു. അവൻ ദൈവഹിതപ്രകാരം അവൻ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. യോഹന്നാൻ സ്നാപകൻ നമ്മുടെ മുമ്പിൽ ഒരു ഉത്തമ ഉദാഹരണമാണ്. യോനാഥാനെ പോലെ പലപ്പോഴും കഷ്ടപ്പെടുന്നു. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം, അഥവാ ക്രിസ്തുവിന് വേണ്ടി ബഹുമാനവും അപമാനങ്ങളും എല്ലാം, സ്ഥാനങ്ങളും എല്ലാം നഷ്ടപ്പെടുന്നു. ബഹുമാനം നഷ്ടപ്പെടുന്നു, സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നു, അപമാനം ഏൽക്കേണ്ടി വരുന്നു. അവർ ഭാഗ്യവാന്മാരാണെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരും ഫീൽഡിൽ പട്ടുപോകുന്നു. നമ്മൾ അതിനൊക്കെ കുറ്റങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ ആയതുകൊണ്ട്, അതിങ്ങനെ ആയതുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ ഉപേക്ഷിക്കേണ്ട ഒരു സമയം അത്. ലോകം വില കൽപ്പിക്കുന്നത് അല്ല, ദൈവം വില കൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയിലെ വിലയേറിയ ചില ഗെയിം പ്ലേയേഴ്സായിട്ട് നമുക്ക് തീരണം. ദൈവത്തിന്റെ സ്നേഹത്താലും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയാലും അതേ നമുക്ക് മുന്നേറാൻ, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അനുരഞ്ജനപ്പെടുത്താൻ, ഒരു മിഡിൽ മാനായിട്ട് നിൽക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കണം. 1 കൊരിന്ത്യരിൽ വായിക്കുന്നു, കർത്താവ് വരുവോളം അവന്റെ സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചന അവൻ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ഇന്ന് നമ്മൾ അംശമായിട്ടാണ് കാണുന്നത്, അന്ന് നമ്മൾ വ്യക്തമായിട്ട് കാണും. റോമലേഖനം വായിക്കുന്ന 8-ാം അധ്യായത്തില് സകലതും അവൻ നന്മയ്ക്കായിട്ട് ചെയ്യും. സകലതും നന്മയ്ക്കായിട്ട് ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അന്നൊരു നാൾ വരുന്നു, കണ്ണിൽ നിന്ന് സകല കണ്ണുനീരും അവൻ മാറ്റും, സകല രോഗങ്ങളും മാറിപ്പോകും, സകല താഴ്ചകളും മാറിപ്പോകും. എന്തായിരുന്നു കർത്താവേ ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് അന്നൊരു ദിവസം അവൻ എനിക്ക് ഉത്തരം തരും. ഞാൻ ചിലപ്പം പറയാറുണ്ട്, എനിക്ക് ആ ഉത്തരത്തിന് ഞാൻ കാത്തു നിൽക്കത്തില്ല, എനിക്ക് അവന്റെ മുഖം കണ്ടാൽ മതി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു ആത്മീയ ജീവിതം എഴുന്നേൽക്കാനായിട്ട് നമുക്കിടയായി തീരട്ടെ. ഒരു യോഹന്നാൻ സ്നാപകനെ നമ്മൾ കണ്ടു, ഒരു യോനാഥാനെ നമ്മൾ കണ്ടു, ഇയ്യോബിന്റെ ജീവിതം കണ്ടു, ജോസഫിന്റെ ജീവിതം, ഇതൊക്കെ കമ്പി വാചകത്തിൽ കണ്ടു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അതേ ലോവർ പ്ലേസ് എടുക്കാൻ അവന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ഫിലിപ്പിയ ലേഖനം 2:6 പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഈ താണഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് അതേ ക്രൂശിലെ മരണത്തോളം അവന് അനുസരണമുള്ളവനായിട്ട് തീർന്നു. അതുകൊണ്ട് അവന്റെ നാമം സകല നാമത്തിനു മീതെ ഉന്നതനായിട്ട് തീർന്നു. യോനാഥാൻ ദാവീദിന്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ഇന്ന് നമ്മളെ നോക്കിയിട്ട് ദൈവത്തിന് പറയാൻ സാധിക്കണം, ദൈവത്തിന്റെ സ്നേഹിതയായവള്, ദൈവത്തിന്റെ സ്നേഹിതന. അബ്രഹാമിനെ നോക്കി പറഞ്ഞു, അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ. മോശയെ കുറിച്ച് പറഞ്ഞു, സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ മോശയോട് സംസാരിക്കുന്നു. അതുകൊണ്ട് എന്തു പറയണ്ടു? എബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദിനോട് ചേർത്ത് യോനാഥാനെ വിട്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇവരെ കുറിച്ചൊന്ന് വിവരിപ്പാൻ സമയം പോരാ. ലോകം ഇവർക്കൊന്നും യോഗ്യമായിരുന്നില്ല. അവർ യുദ്ധത്തിൽ വീരന്മാരായിരുന്നു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു നടന്നു. ദാവീദിനോടൊപ്പം ഉഴന്നു നടന്ന ഒരു യോനാഥാൻ. എന്നാല് അവർ വിശ്വാസത്തോടെ. ഇന്നെന്താ നമ്മൾ ഇന്ന് എവിടെയായിരുന്നായിരിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴ് അവിടെ ഒരു മാര്യേജോട് ഇൻവോൾവ് ആകട്ടോ, മറന്നു പോകരുത്. ഉത്തമഗീതത്തിൽ വായിക്കുന്നു, അതിന്റെ 5:16 അവന്റെ വായ ഏറ്റവും മധുരമുള്ളത്. എന്റെ പ്രാണപ്രിയനെ നോക്കിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിയണം, അവന്റെ വായ ഏറ്റവും മധുരമുള്ളത് എന്ന് പറയാം. അവന്റെ വായിൽ നിന്ന് വരുന്നത് എന്തായിരുന്നാലും എനിക്ക് അല്പസമയത്തേക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അത് മധുരമുള്ളതാ. കാരണം എന്താണെന്നറിയാമോ? അതാ ആരുടെ വായിൽ നിന്ന് വരുന്ന അവൻ സർവാംഗ സുന്ദരനാ. ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. യോഹന്നാൻ 15 ഇതില് വായിക്കുന്നു, അതെ, യജമാനൻ ചെയ്യുന്നത് നിങ്ങൾ ഇനി ദാസന്മാരല്ല, സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ട് ജീവനെ കൊടുക്കുന്നതിനും അധികം സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ. നമ്മൾ അവന്റെ സ്നേഹിതന്മാരാണ്. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നെങ്കിൽ നമ്മൾ അവന്റെ സ്നേഹിതന്മാർ. അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് നമുക്ക് കർത്താവിനോട് ചേരാം. യോനാഥാന്റെ ജീവിതത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ യോനാഥാൻ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയെ ദാവീദ് പിന്നീട് ഓർത്തു. യോനാഥാന്റെ മകനായ മെഫിബോശത്തിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് രാജസ്ഥാനത്ത് വീഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് തന്റെ മേശമേൽ രാജകുമാരന്മാരോട് ചേർത്തിരുത്തി.
ഇന്ന് ഇങ്ങനെ ഒരു കവനന്റിലേക്ക് നമ്മൾ കടന്നു വരുന്നെങ്കിൽ എന്റെ തലമുറയെ വിളിച്ച് തെരഞ്ഞു പിടിച്ച്, അവരെവിടെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ അവരെ തിരഞ്ഞു പിടിച്ച് രാജകുമാരന്മാരോടൊപ്പം ഇരുത്തുന്ന ഒരു നല്ല സ്നേഹിതന് നമുക്ക് ഉയരത്തിലുണ്ട്. God remembers his covenant. അവനവന്റെ ഉടമ്പടി ഓർക്കുന്ന ദൈവമാണ്. അവൻ ഉടമ്പടിയെ മറക്കുന്ന ദൈവമല്ല. ഈ വചനത്താല് ദൈവം നിങ്ങളെ ധാരാളമായിട്ട്